യഹൂദന്മാർ എന്ന ഒരു സമൂഹത്തെ നമ്മുടെ മുമ്പാകെ വെക്കുന്നു. രണ്ടാമത് ഗ്രീക്കുകാർ അഥവാ യവനന്മാരെ നമ്മുടെ മുമ്പിൽ പൗലോസ്ലീഹ പ്രസന്റ് ചെയ്യുന്നു. മൂന്നാമതായി ഞങ്ങൾ അഥവാ സുവിശേഷത്തിൻ്റെ വക്താക്കളായി യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തെ ഇവയ്ക്ക് രണ്ടിനും ബദലായിട്ട് അവതരിപ്പിക്കുന്നു. രണ്ട് ദിശകളിലേക്കുള്ള മനുഷ്യജീവിതത്തിൻ്റെ അന്വേഷണങ്ങളാണ് ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ. യഹൂദൻ എന്താണ് ചെയ്യുന്നത്? അവൻ അന്വേഷകനാണ്. ഗ്രീക്കുകാരൻ എന്താണ് ചെയ്യുന്നത്? അവനും അന്വേഷകനാണ്. രണ്ട് തരത്തിൽ അന്വേഷണങ്ങൾക്കൊടുവിൽ ഞങ്ങളാകട്ടെ അന്വേഷകരല്ല, ഞങ്ങൾ ഉത്തരം നൽകുന്നവരാ, ഞങ്ങൾ മറുപടി പറയുന്നവരാ. യഹൂദൻ്റെ ചോദ്യത്തിനും ഗ്രീക്കുകാരൻ്റെ ചോദ്യത്തിനും ഒരുപോലെയുള്ളതും എക്കാലഘട്ടത്തിലുമുള്ളതും എന്നും മനുഷ്യരാശി അറിഞ്ഞിരിക്കേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരു വസ്തുതയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുക, അല്ലയോ യഹൂദന്മാരെ നിങ്ങൾ അടയാളം തിരയുന്നു, അല്ലയോ ഗ്രീക്കുകാരെ നിങ്ങൾ ജ്ഞാനം തിരയുന്നു. ഈ ജ്ഞാനത്തിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ അടയാളത്തിൻ്റെ അന്വേഷണം നിങ്ങളെക്കൊണ്ടെത്തിക്കുന്നത് നിരർത്ഥകമായ അസംതൃപ്തമായ ഒരു ലോകത്താണെങ്കിൽ ഞങ്ങൾ അതിനെ പൂരിപ്പിക്കുന്ന, ആ മനസ്സിൻ്റെ ശൂന്യതയെ പൂരിപ്പിക്കുന്ന മഹത്തരമായൊരു ഉത്തരം തരികയാണ്. അത് യഹൂദനാകട്ടെ യവനനാകട്ടെ വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാകുന്നു. എത്ര ഉറപ്പോടെ, എത്ര ആധികാരികതയോടെ ധനനായ പൗലോസ് ഈ ഒരു വചനം പറയാൻ ആട്ടുന്ന ആർജവം വളരെ സുപ്രധാനമാണ്. എന്നിട്ട് ഈ സുവിശേഷത്തിൻ്റെ ഒരു സവിശേഷത പറയുകയാണ്. അത് കേൾക്കുന്ന ചിലർക്ക് ഭോഷത്വമാണ്, അത് കേൾക്കുന്ന ചിലർക്ക് ഇടർച്ചയാണ്. ചിലർക്ക് ഭോഷ്കായി തോന്നുന്നു, ചിലർക്ക് ഇടർച്ച വരുത്തുന്നു. ഇടർച്ച വരുത്തുന്നതും ഭോഷ്ക്കെന്ന് തോന്നുന്നതുമായ നിങ്ങൾ തള്ളിക്കളഞ്ഞ, നിരാകരിച്ച ഈ സന്ദേശത്തിൻ്റെ ഒരു കരുത്തും നിശ്ചയദാർഢ്യവും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, ഞങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ, ഇന്ന് ഈ സുവിശേഷം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ട് 2000-ൽ പരം ആണ്ടുകൾ കഴിയുന്നു. ഒരിക്കൽ അടയാളം ചോദിച്ചിറങ്ങിയ ആ ജനതയ്ക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരടയാള അന്വേഷകർക്കപ്പുറത്തേക്ക് കാര്യമായി വളരാൻ കഴിഞ്ഞില്ല. അപ്പുറത്ത് അവരുടെ മാർഗം പാലസ്തീനിയായുടെ പരിമിതി കൊണ്ട് ഏതാണ്ടൊക്കെ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അവരുടെ മതസ്ഥാപനങ്ങൾ നിരാകരിക്കപ്പെട്ടു, അവരുടെ പള്ളികൾ തച്ചുടയ്ക്കപ്പെട്ടു. അപ്പുറത്ത് കാലകരണപ്പെട്ടു പോയി ചില കാഴ്ചപ്പാടുകൾ. ഇന്നാകട്ടെ യഹൂദന്മാരുടെ മതം അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ശക്തിയോടെ കരുത്തോടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണൊരു സത്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യഹൂദമതത്തിന് ഏറ്റവും അധികം കാലോചിതമായ പരിഷ്കരണങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. അവർക്ക് ആലയമില്ല, അവർക്ക് പുരോഹിതനില്ല, പഴയതുപോലെ യാഗമില്ല. യാഗവും പുരോഹിതനും ഒന്നുമില്ലാതെ ആ മതം ഇന്ന് ഒരു പുതിയ വ്യാഖ്യാന തലം തേടുന്നു. ഞാൻ യഹൂദന്മാർക്ക് തിരിച്ച് ഒരാലയമുണ്ടാകുമെന്നും ആ ആലയത്തിൽ യാഗം നടക്കുമെന്നും ആ ആലയത്തിൽ എതിർക്രിസ്തു ആണരുള്ളുമെന്നുമൊക്കെ ഉള്ള ഒരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അന്ത്യകാല സംഭവങ്ങളുടെ പല പ്രസംഗങ്ങളും ഒരുപക്ഷെ ഒരു വ്യാഖ്യാതാവ് പറയുന്നത് പോലെ ആധികാരികമായിരിക്കില്ല മറ്റൊരാളുടേത്. അഭിപ്രായ ഭിന്നതകളുണ്ട്. പക്ഷെ ഒരു ന്യായമായ സംശയം അപ്പോഴൊക്കെ ഞാൻ ഉന്നയിക്കാറുണ്ട്. മറുപടി കിട്ടാത്ത ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി യഹൂദൻ ആലയം പണിയുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും യാഗാദികർമ്മങ്ങൾ അവിടെ വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളൊരു പുരോഹിതനെ കണ്ടെത്തുക? എങ്ങനെയാണ് ഈ പുരോഹിതന് ലെവിറ്റിക്കൽ ഓർഡർ അനുസരിച്ചുള്ള ഒരു ഓർഡിനേഷൻ ലഭിക്കുക? അതിന് ഇന്ന് ആ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ച എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക? കാരണം ഇന്ന് ലേവ്യരടക്കമുള്ള എല്ലാ ഗോത്രങ്ങളും പരസ്പരം മിശ്രിതരായി തീർന്നുകൊണ്ട് കാലത്തിൻ്റെ അല്ലെങ്കിൽ ജനസഞ്ചയത്തിൻ്റെ മധ്യത്തിൽ എവിടേക്കോ കിടപ്പുണ്ട്. അവർ ലേവ്യരായി കിടന്നാൽ കൂടി ഒരു പ്രശ്നം നിലനിൽക്കുന്നു. അഹരോനിൽ നിന്ന് ഒഴുകിയെത്തുന്ന കൃത്യമായ ഈ കൈവപ്പ് തലമുറകളിലൂടെ കിട്ടണം. കേവലം ലേവി ഗോത്രക്കാരനായിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ലേവി ഗോത്രക്കാരനെ നമുക്ക് DNA ടെസ്റ്റ് വഴിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തേക്കാൻ പറ്റും. പക്ഷേ ഒരു പുരോഹിതനെ അങ്ങനെ കണ്ടെത്താനാവില്ല. ഈ നമ്മളുടെ അഹരോൻ തലയിൽ കൈവച്ചിട്ട് ആ കൈവപ്പിലൂടെ പോരുന്ന പിന്തുടർച്ച കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് യഹൂദനൊരു യാഗം കഴിക്കാൻ സാധിക്കുക? അതൊക്കെ നമ്മുടെ വിഷയമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഒരു കാര്യം പറയാൻ ഞാനതുവഴി വന്നേ ഉള്ളൂ. ഒരാശയക്കുഴപ്പം പ്രത്യേകിച്ച് സൃഷ്ടിക്കുകയല്ല. പഠന വിഷയം എന്ന നിലയിൽ ഞാനൊരു നിർദ്ദേശം മുമ്പിട്ട് വെച്ചതാണ്. അത് പോകട്ടെ, മറ്റൊരു പ്രശ്നം ഇവിടെ അവശേഷിക്കുന്നു. യഹൂദമതം അതിൻ്റെ തനിമയിൽ നിന്ന്, അതിൻ്റെ സ്വരൂപത്തിൽ നിന്ന്, അത് ആവിഷ്കരിച്ച കാലത്ത് എന്തായിരുന്നുവോ അതിൽ നിന്ന് കാതങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. യഹൂദമതത്തിന് മാത്രമല്ല, ലോകത്തിലെ സകല മതങ്ങൾക്കും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. കല്ലെറിഞ്ഞു കൊല്ലുന്ന സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു.
തലയെറുത്തു മാറ്റുന്ന സംസ്കാരം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കല്ലെറിഞ്ഞു കൊല്ലൽ ഏതാണ്ടൊക്കെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് പാടെ പോയിക്കൊണ്ടിരിക്കുന്നു. തലയെറുത്തു മാറ്റുന്ന ആ വിദ്യ, ആ രീതി, ആ ശിക്ഷ ഏതാണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. മതങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആധുനികമായ ജനാധിപത്യ മൂല്യങ്ങൾക്കനുസൃതമായി മതം മാറിക്കൊണ്ടിരിക്കുന്നു. മതത്തിന് മാറ്റമില്ല എന്ന കാഴ്ചപ്പാടുകൾക്ക് യാതൊരു അർത്ഥവുമില്ലാത്ത വിധത്തിൽ മതം അതിൻ്റെ ചിന്തയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ആചാരങ്ങൾക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. ആചാരങ്ങൾ പണ്ടേറ്റവും ശ്രേഷ്ഠമെന്ന് കരുതിയ ആചാരങ്ങൾ ദുരാചാരങ്ങൾ എന്ന് കണ്ടിരിക്കുന്നു. ബെന്റിംഗ് പ്രഭുവിൻ്റെ കാലത്താണ് നാം ഏവരും അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരാചാരം നമ്മുടെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. അതെന്താണ്? 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 80-85 വയസ്സ് പ്രായമുള്ള ഒരു മുതുമുത്തശ്ശൻ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും നാളുകൾക്കുള്ളിൽ പ്രായാധിക്യം കൊണ്ട് ഈ മുത്തശ്ശൻ മരിച്ചു പോകുന്ന ഈ മനുഷ്യൻ്റെ ആ ചിതയിലേക്ക് ഈ പെൺകുട്ടിയെ കൂടി കിടത്തിക്കൊണ്ട് അവൾ എഴുന്നേറ്റോടാതിരിക്കത്തക്ക വിധം പച്ചമുളകൾ കീറി വെച്ചിട്ട് ഈ മുളകൾ കയറുകൊണ്ട് നെയ്ത് അവളുടെ ചലനശേഷി മുഴുവൻ നിഷ്പ്രഭമാക്കിയിട്ട് അവളെ തീ വെച്ചു കൊല്ലുന്നു. ഈ കാഴ്ച നമ്മുടെ ശരാംപൂർ മിഷനറിയായ നമ്മളേറെ ആദരിക്കുന്ന വില്യംകേറിയെ പോലെയുള്ള ആളുകളുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചു. പെന്തക്കോസ്തലിസത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ ആരംഭ പ്രവർത്തകരിൽ ഒരാളായ ആദരണീയയായ നമ്മുടെ ഒരു മാന്യ ലേഡി ഉണ്ടല്ലോ, ചിത്പവൻ ബ്രാഹ്മൺ കുലത്തിൽപ്പെട്ട കൽക്കട്ടയുടെ തെരുവുഗതികളിലൊക്കെ അലഞ്ഞു തിരയുന്ന മനുഷ്യരെ ശേഖരിച്ചെടുത്ത, അതുപോലെ ഈ പറയപ്പെട്ട നമ്മളുടെ വിധവാരായിത്തീരുന്ന പെൺകുട്ടികളെ കൊണ്ട് സ്വന്തം മുക്തനി മിഷനിൽ പരിപാലിച്ച, ഒടുവിൽ രാഷ്ട്രപതിയുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ ആദരിച്ച പണ്ഡിത രമാബായി, ഈ രമാബായിയെ പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ ഇത് കൊടുത്ത വേദന വലുതായിരുന്നു. പക്ഷേ സതിയുടെ ചരിത്രം എഴുതുന്നവരൊന്നും ക്രൈസ്തവ പ്രാതിനിധ്യം പറയാറില്ല. അതിനെ പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചരിത്രം രചിക്കും. സതിയുടെ പേര്, അതിൻ്റെ നിർമ്മാർജ്ജനത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരുകൾക്കല്ല അതിൻ്റെ പേറ്റന്റ്, മറിച്ച് അതും മാറ്റുന്നതിൽ വിശ്വാസം വഹിച്ച പങ്ക്, സുവിശേഷം വഹിച്ച പങ്ക്, ബൈബിൾ വഹിച്ച പങ്ക് ഏറ്റവും സുപ്രധാനമാണ്. മറ്റൊരു ചരിത്രത്തിലും അത് രേഖപ്പെടുത്തുന്നില്ലെങ്കിലും എന്നും അത് വിളിച്ചു പറയാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. എന്നോട് പൊതുവെ ആളുകൾ സംവാദ മണ്ഡലത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ പെന്തക്കോസ്തിൻ്റെ സാമൂഹ്യമായ സംഭാവന എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നടമാടിക്കൊണ്ടിരുന്ന സതി നിർമ്മാർജ്ജന മുറിയിലാണ് ഇന്ത്യയിൽ രേഖാമൂലമുള്ള പെന്തക്കോസ്ത് നിറവിൻ്റെ ആദ്യത്തെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പുത്തൻ ഗവേഷണമൊക്കെ അതിൻ്റെ കാലഘട്ടത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ടാകാം, പക്ഷേ സംഭവത്തിന് യാതൊരു വ്യത്യാസവുമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ആചാരങ്ങളും ദുരാചാരങ്ങളും മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ച പലതും അതൊക്കെ നിരാകരിക്കേണ്ട അന്തരീക്ഷത്തിലേക്ക് കാലം മാറി. ഞാൻ അഭിമാനപുരസരം പറയാ, പക്ഷെ കഴിഞ്ഞ 2000 ആണ്ടുകളായിട്ട് ഉലകത്തിലൊരു മാറ്റവും ഇല്ലാതെ ഇന്നുമെന്നും ഒരുപോലെ പ്രസംഗിക്കപ്പെടുന്ന ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. ആ സുവിശേഷത്തിന്റെ സന്ദേശം അതേ ഉറപ്പോടെ അതേ കരുത്തോടെ ഉൾക്കൊണ്ട് നമുക്ക് ഈ ലോകത്തോട് മുഴുവൻ അതിന്റെ സാരാംശം ഇങ്ങനെ വിളിച്ചു പറയാം. മറ്റൊരുത്തല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ക്രൂശിനെ ഉയർത്താൻ കഴിയുന്നത് എത്ര മഹത്തരമായ ഒരനുഭവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള ഈ ചിന്താധാരയ്ക്ക് പരിഷ്കാരം വരുത്താൻ സാധിച്ചിട്ടില്ല. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. നമ്മുടെ രാജ്യത്ത് വിവാഹം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് പല മതങ്ങളിലും വിവാഹമോചനം അനുവദിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. സ്ത്രീകളെ തള്ളിക്കളയുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. 1960 നമ്മുടെ രാജ്യത്ത് ഒരു വിവാഹ നിയമത്തിന് ഭേദഗതി വരുത്തേണ്ട സ്ഥിതി വന്നു. അതുവരെ നമ്മുടെ രാജ്യത്ത് ഒരു പുരുഷന് ധാരാളം സ്ത്രീകളെ വിവാഹം കഴിക്കാമായിരുന്നു. വിചിത്രമായ മറ്റൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. സ്ത്രീക്ക് അനവധി പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ കഴിയുന്ന പാഞ്ചാലി വിവാഹം എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. 1960 ശേഷം അത് ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുമെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് നമ്മുടെ ഭരണകൂടം വിധി എഴുതിയിട്ടുണ്ട്. ഇന്നങ്ങനെ വിവാഹം കഴിച്ചാൽ ഇയാൾ ജയിലിനുള്ളിൽ പോകും. ചില മതങ്ങൾക്കൊക്കെ ബഹുഭാരിത്വം അനുവദിച്ചിട്ടുണ്ട്, ബഹുഭർത്തൃത്വം ഒരു മതത്തിലും അനുവദിച്ചിട്ടില്ല. മതങ്ങൾ പരിഷ്കരിക്കട്ടെ, ഞങ്ങൾ അതിൽ സന്തോഷവാന്മാരാണ്. അതിൽ മനുഷ്യത്വമൊക്കെ ഉണ്ടാകട്ടെ, ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ചരിത്രത്തിൻ്റെ അടരുകളിലെ ഏതെങ്കിലും പുഴുക്കുത്തുകൾ തിരഞ്ഞു പിടിച്ച് ഒരു മതത്തെയും വിമർശിക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനപുരസരം ഒന്ന് പറയാൻ പറ്റും, ക്രിസ്ത്യൻ വിവാഹ നിയമം പരിഷ്കരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അതിൻ്റെ ഉപജ്ഞാതാവ് കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. യേശു വിഭാവനം ചെയ്ത ഒരു ചിന്തയും പരിഷ്കരിക്കാൻ 2000 ആണ്ടുകളായിട്ട് ഞങ്ങൾക്ക് ആവശ്യം വന്നിട്ടില്ല എങ്കിൽ അമൻമെന്റുകളില്ല
പരിമിതികളില്ലാത്ത, ഭേദഗതികളില്ലാത്ത, മനുഷ്യനെ മാറ്റിമറിക്കാൻ കഴിയാത്ത അതുല്യമായ വചനത്തിന്റെ പേരാണ് സുവിശേഷം. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള ഈ വചനത്തിന്റെ പവിത്രത എത്ര ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുമ്പനാട് YMCA ഹാളിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ നേതൃനിരയുടെ ഒരു ധാരാളമായ ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ പല സഭയിൽപ്പെട്ട ആളുകളുണ്ട്. ആദരണീയനായ IPC സ്ഥാപക നേതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ കേബ്രാം സാറിൻ്റെ ഫോട്ടോയുമുണ്ട്. പല ഫോട്ടോകൾ ഇവിടെ കാണുന്നുണ്ട്. നല്ലത്. വ്യത്യസ്ത സഭകൾ ഒരുമിച്ച് ചേർന്ന് ഇത്തരം മൂവ്മെൻറ്റുകൾ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് സഭകൾ തമ്മിലുള്ള ഒട്ടേറെ ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഒരു സത്യം. പക്ഷെ ഒരു കാര്യം എന്നൊരു ദൈവമക്കൾ ഓർക്കണം, വ്യത്യസ്ത സഭകളായിട്ട് ക്രിസ്ത്യാനിറ്റി ലോകത്ത് നിൽക്കുന്നുണ്ട് എന്നതൊരു സത്യമാണെങ്കിലും, വ്യത്യസ്ത ഉപദേശങ്ങൾ നമുക്കുണ്ട്, അത് സത്യമാണെങ്കിലും, ദൈവശാസ്ത്ര രംഗത്ത് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നത് സത്യമാണെങ്കിലും, നമ്മുടെ വിശ്വാസങ്ങൾ മറ്റുള്ള നമ്മുടെ സഹോദര ക്രൈസ്തവ സഭകളുമായിട്ട് ഇഴുകിച്ചേരാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ക്രൈസ്തവരെ മുഴുവൻ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. ഒരു വിഷയം, സകല ക്രൈസ്തവനും 2000 ആണ്ടുകളായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു പാതയുണ്ട്. ഞങ്ങളുടെ വചനം കേട്ടുകൊണ്ട് പുറത്ത് കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെയോ ഏതെങ്കിലും പരമ്പരാഗതമായ മൂല്യങ്ങൾക്കെതിരെയോ അല്ല സംസാരിക്കുന്നത്. പെന്തക്കോസ്തലിസത്തിന്റെ ആവിർഭാവം ക്രിസ്തീയ മൂല്യങ്ങളുടെ പൗരാണികത തേടി തന്നെയാണ്. ചിലെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യത്തിൽ വിശ്വാസമില്ല. സഹോദരങ്ങളെ, ഞങ്ങൾ പാരമ്പര്യവാദികളാണ്. ഞങ്ങൾ യാഥാസ്ഥിതിക പക്ഷക്കാരാണ്. യേശു എന്ത് പഠിപ്പിച്ചോ, അപ്പോസ്തലന്മാരെന്ത് പഠിപ്പിച്ചോ, അണുവിട തെറ്റാതെ മുമ്പോട്ട് പോകണം എന്ന് വാദിക്കുന്നത് കൊണ്ട് നാം ആണ് പാരമ്പര്യവാദികൾ. നാം ആണ് ഏറ്റവും പൗരാണികമായ പൂർവികമായ ഒരു രൂപത്തിലേക്ക് സഭ കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. എല്ലാ ക്രൈസ്തവരെയും ഒരുമിപ്പിച്ച് യോജിപ്പിക്കുന്ന ആ ഘടകതന്ത്രിൻ്റെ സകല ക്രൈസ്തവൻ്റെയും കത്തോലിക്കൻ്റെയും യാക്കോബക്കാരൻ്റെയും മർത്തോമക്കാരൻ്റെയും പെന്തക്കൊസ്തുകാരൻ്റെയും ബ്രദറുകാരൻ്റെയും ഇവർക്കൊക്കെ ഒരു വേദിയിൽ ഒരുമിച്ച് വരാൻ പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവരെല്ലാം ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. സകല ക്രൈസ്തവൻ്റെയും എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ധാർമ്മിക പാഠങ്ങൾ ഒന്നാണ്. ഒറ്റപ്പാഠം, ഒറ്റ എത്തിക്സേ സകല ക്രൈസ്തവർക്കുമുള്ളൂ. അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളില്ല മാറ്റം, തിയോളജിയിലൊക്കെ മാറ്റം. ആ മാറ്റത്തിൽ കോംപ്രമൈസ് ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ലെങ്കിലും ധാർമ്മിക ജീവിതത്തിൻ്റെ ആ ബോധമുണ്ടല്ലോ, സന്മാർഗശാസ്ത്രമുണ്ടല്ലോ, ആ എത്തിക്കൽ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, അതൊരൊറ്റ കാര്യമാണ്. ആ ഒറ്റ കാര്യത്തിൽ നമുക്ക് ഒരുമിക്കാൻ പറ്റിയ ഒരു മണ്ഡലമുണ്ട്. അതുകൊണ്ട് ഈ പ്രസംഗം കേട്ടോ, ഈ 3 ദിനങ്ങളിലെ കൺവെൻഷൻ കേട്ടോ, ഞങ്ങളുടെ സ്നേഹിതരായ ഇതര സഭക്കാർ മറ്റൊരു കണ്ണുകളോടെ കാണണ്ട, നിങ്ങൾക്ക് കൂടെ വരാം, ഈ യോഗം കേൾക്കാം. ഈ യോഗത്തിൽ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായ വസ്തുതകളുണ്ടെന്ന് വചനാടിസ്ഥാനത്തിൽ പരിശോധിക്കാം. ഉൾക്കൊള്ളാൻ പറ്റിയവ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഏതായാലും ഞാൻ ആ വഴിക്ക് ഒത്തിരി വിശദീകരണം കൊണ്ടുപോകുന്നില്ല. ഇവിടെ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് നേരിട്ട് വരണം. സന്തോഷമുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇത്തരം ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുന്ന വലിയ സന്തോഷമാണ്. കാരണം ഞാനൊരു ഉണർവ് പ്രസംഗകനല്ല. അതുകൊണ്ട് എന്നെപ്പോലുള്ള ആളുകൾക്ക് സെമിനാറിൽ പ്രസംഗിച്ചാണ് ശീലം. അപ്പോൾ അതിന് പറ്റിയൊരു വോയിസേ ഞാൻ എടുക്കാറുള്ളൂ. സ്തോത്രം. അതിനുള്ളൊരു ആരോഗ്യം എനിക്കുള്ളൂ. അല്ല, ഉണർവ് പ്രസംഗം മോശമായിട്ടില്ല, നമ്മൾ നമ്മുടെ ശരീരം കൂടെ നോക്കണമല്ലോ. അതുകൊണ്ട് അല്ല, ഉണർവ് പ്രസംഗരോട് വെറുപ്പൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. നമ്മുടെ ആക്കത്തിനനുസരിച്ച് പറഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ ഉള്ള പ്രയാസമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വേദിയിൽ പ്രസംഗിക്കുന്ന ഭയങ്കര സന്തോഷമാണ്. ആളുകൾ കുറയുന്നതും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒരാളും ഈ യോഗത്തിനില്ലെങ്കിലും പ്രസംഗിക്കണമെന്ന് പറയുന്ന ആളാണ് മഴയൊക്കെ വന്നാൽ. കാരണം ആരുമില്ലെങ്കിൽ കാറ്റിനോട് പ്രവചിക്കാനാണ് കർത്താവ് നമ്മൾ പറയുന്നത്. ആരുമില്ലാത്തതോട് പ്രസംഗിച്ചാൽ, ഒരു വേദിയിൽ പ്രസംഗിച്ചാലും തമ്പുരാൻ നമ്മുടെ പ്രതിഫലമൊന്നും കുറയ്ക്കുന്നില്ല. അതാണ് കാരണം. സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുള്ള ആ നന്മകളൊന്നും കുറയ്ക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് നേരായതിൻ്റെ ഉള്ളടക്കത്തിലേക്കും വിശദീകരണത്തിലേക്കും ഒന്ന് പോകാം. ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്കാദ്യം ഈ ജൂതൻ എന്നൊരു കഥാപാത്രത്തെ പഠിക്കണം. അത് പ്രധാനമാണ്. കാരണം ഈ ജൂതൻ എത്രയൊക്കെ അവനെ ഇടിച്ചിരുത്തി കാണിക്കാൻ ശ്രമിച്ചാലും, അവനോട് വലിയ വിരോധമൊക്കെ കാണിച്ചാലും, ലോകത്തിൻ്റെ നെറുകയിൽ 1-ാം സ്ഥാനത്ത് അവനാണ്. ഇത് ലൈവ് ചെയ്യുന്നുണ്ട്. ഇത്രയും മാത്രം കിട്ടിയാൽ എന്നെ ആളുകൾ ആക്രമിക്കുമെന്നറിയാം. നിങ്ങളങ്ങനൊക്കെ അവനെ ചെറുതായി കണ്ടാലും അവനൊരു മൈക്രോ മൈനോറിറ്റിയാണ് ലോകത്തിലെന്ന് നമുക്കറിയാം. ഒരു മൈക്രോ മൈനോറിറ്റി. മലയാളി എന്ന് പറയുന്നത് ഓളം പോലും ജൂതന് വലിപ്പമില്ല. അംഗസംഖ്യയിൽ, പോപ്പുലേഷനിൽ അവർ വളരെ ചുരുക്കമാണ്, ചെറിയൊരു ജനതയാണ്. പക്ഷേ 200ഓളം നോബൽ സമ്മാനം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ കരഗതമാക്കിയ ഒരു ജനത ഈ ജൂതന്മാരാണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ജൂതന്മാർക്ക് ഇത്ര കിട്ടുക, എത്ര മലയാളി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ ആജീവനാന്തം ചിന്തിച്ചാൽ ഒരു മലയാളിയെ ഇവിടെ കണ്ടെത്താനായിട്ട് കഴിയില്ല. അതിൻ്റെ കാരണം ഏറ്റവും ശ്രേഷ്ഠകരമായ കോൺട്രിബ്യൂഷൻ ലോകത്തിന് കൊടുത്ത ആളുകളാണ് അവർ. അവരുടെ ഒരു ആത്മീക പ്രശ്നം ഇവിടെ പറയുക. അതെന്താണ്? അവരെക്കുറിച്ച് പറയുക, അവർ അടയാളം തിരക്കിക്കൊണ്ടിരിക്കും. ഒരാൾ പ്രവാചകനാണോ? നീ ഒരു വണ്ടർ ഓർ മിറക്കിൾ, യു പ്ലീസ് പെർഫോം എ വണ്ടർ ഓർ മിറക്കിൾ. ഇതവർ ചോദിക്കും.
നീ ഒരു അത്ഭുതം, ഒരടയാളം ഒന്ന് കാണിച്ചതാ, ഇതാണ് പറയുന്നത്. പക്ഷെ ഇത് നിരർത്ഥകമായൊരു അന്വേഷണമാണ്. കാരണം യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, അടയാളം കാണിച്ചതാ, അത്ഭുതം കാണിച്ചതാ, ഇത് പറയാറുണ്ട്. പക്ഷെ ഇവർക്കൊരു പ്രശ്നമുണ്ട്. അവർ തിരുവെഴുത്തുകളിൻ പ്രകാരം യേശുവിനെ അന്വേഷിക്കാതെ പോയതാണ് ഒരു പ്രശ്നം. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശുവിനെ അന്വേഷിക്കാത്തത് ഒരു പ്രശ്നമാണ്. ഇന്നും ലോകം നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. ആളുകൾ ക്രിസ്തുവിനെ എലീം ചർച്ചിൽ അന്വേഷിക്കുന്നു, ഹെബ്രോനിൽ അന്വേഷിക്കുന്നു, IPCയിൽ അന്വേഷിക്കുന്നു, ചർച്ചക്കോടിൽ അന്വേഷിക്കുന്നു, ഇതര സഭകളിൽ അന്വേഷിക്കുന്നു, കത്തോലിക്കയിൽ അന്വേഷിക്കുന്നു. ഇവിടെ ക്രിസ്തു ഉണ്ടോ, ഇതാണോ ക്രിസ്തീയത, ഇത് അന്വേഷിക്കുന്നു. അതിന് പരിമിതിയുണ്ട്, തീർച്ചയായിട്ടും പരിമിതിയുണ്ട്. ക്രിസ്തുവിനെ അന്വേഷിക്കാൻ വിശ്വാസിക്കിടയിൽ തിരയരുത്, ക്രിസ്തുവിനെ അന്വേഷിക്കാൻ ജനക്കൂട്ടത്തിൽ പോകരുത്, ക്രിസ്തുവിനെ അന്വേഷിക്കാൻ വേറൊരു വഴിയിലും പോകരുത്. ഒറ്റ വഴിയുള്ളൂ, തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തുവിനെ അന്വേഷിക്കുക, തിരുവെഴുത്തിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കുക. ക്രിസ്തുവിനെ എലീം ചർച്ചിൽ അന്വേഷിച്ചാൽ, ഹെബ്രോനിൽ അന്വേഷിച്ചാൽ, തൊട്ടടുത്ത ഈ യാക്കോബാസഭയിൽ അന്വേഷിച്ചാൽ അന്വേഷകൻ നിരാശകനാകേണ്ടി വരും. കാരണം മനുഷ്യരാണ് ഇവിടെയുള്ളത്, പച്ച മനുഷ്യര്, ജീവിത യാഥാർത്ഥ്യങ്ങളോട് എന്നും സമരസപ്പെട്ടു പോകുന്ന മനുഷ്യരാണ് ഇവിടെയുള്ളത്. അത് ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷെങ്കിൽ സമ്പൂർണനായ ക്രിസ്തുവിനെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, ഇതാ നമ്മുടെ യോഹന്നാൻ പറഞ്ഞു കൊടുക്കുക, എന്തിനാണ് ഈ അന്വേഷണം? ഈ അന്വേഷിച്ച് ദൂരേക്ക് പോകരുത്. നിങ്ങൾ അന്വേഷിച്ച വചനമുണ്ടല്ലോ, അത് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിലുണ്ട്, ദാ ഇവിടെ ഞങ്ങൾക്കൊപ്പം എന്ന് വിളിച്ചു പറയുന്ന കാര്യമുണ്ടോ? ആഗോള വ്യാപകമായ ക്രിസ്ത്യാനിത്വത്തിന്റെ ശക്തി എന്താണെന്നറിയണ്ടേ? ലോകമാസകമല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ ശക്തി സമ്പത്തിന്റെ ശക്തിയല്ല, ആൾബലമല്ല, മറ്റേതെങ്കിലും ഭൗതിക ഘടകങ്ങളുടെ ശക്തിയല്ല. ക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ശക്തി. ആ ശക്തി കൊണ്ടാണ് ഇതുവരെ നമ്മൾ വളർന്നത്, ഇതുവരെ മുമ്പോട്ട് പോയത്. സ്തോത്രം. അതുകൊണ്ട് യഹൂദൻ അടയാളം അന്വേഷിച്ച് പിൻവാങ്ങി. ഇനി അടുത്തൊരു കൂട്ടരുണ്ട്, ഗ്രീക്കുകാരാണ്. നമ്മുടെ മലയാളം ബൈബിളിൽ യവനൻ എന്ന് കിടക്കുന്നു. യവനൻ, ഈ പദം മലയാളത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന യവനൻ, അത് ബൈബിളിൽ മാത്രമല്ല മറ്റ് സെക്കുലർ മേഖലയിലും യവനൻ എന്നാണ് ഈ ഗ്രീക്കുകാരനെ വിളിക്കുന്നത്. ഹിന്ദിയിലാണ് യുനാനി എന്ന് പറയും. നമ്മൾ കണ്ടില്ലേ യുനാനി ചികിത്സ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇവരത്ര ചില്ലറക്കാരല്ല, അതിപ്രഗത്ഭന്മാരായ ബൗദ്ധിക പ്രാധാന്യമുള്ള ആളുകളാണ്, ചിന്താപരതയുള്ള ആളുകളാണ്. സോക്രട്ടീസ് ഇവിടുത്തുകാരനാണല്ലോ, പ്ലേറ്റോ ഇവിടുത്തുകാരനാണല്ലോ, അരിസ്റ്റോട്ടിൽ ഇവിടുത്തുകാരനാണല്ലോ, ഹെറാക്ലിറ്റസ് ഇവിടുത്തുകാരനാണല്ലോ, തെയിൽസ് ഇവിടുത്തുകാരനാണല്ലോ, അലക്സിമാൻഡസ് ഇവിടുത്തുകാരനാണല്ലോ. ഇങ്ങനെ വലിയ ചിന്താധാരകളിലൂടെ മനുഷ്യനെ നയിക്കുന്ന ആളുകൾ. അടുത്തത് ഇവർ വലിയ ഗണിതശാസ്ത്രജ്ഞന്മാരാണ്. മാത്സും അതുപോലെ തന്നെ ഫിസിക്സും തത്വചിന്തയും ചരിത്രവും കാവ്യവും നാടകവുമൊക്കെ അഭ്യസിച്ചു. കലയോട്, സാഹിത്യത്തോട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ എന്തൊക്കെ ജീവിക്കാൻ വേണം, അതിന് ബുദ്ധിപരമായി എന്തൊക്കെ ചെയ്യണം, ഇത് അന്വേഷിച്ചു. ആ കൂടെ അവർ ദൈവത്തെ അന്വേഷിച്ചു. ദൈവം വേണോ? വേണമെങ്കിൽ ആകട്ടെ എന്ന് മാത്രമല്ല, ദൈവവിഷയത്തിൽ അവരുടെ ചിന്ത ഒരു ബഹുദൈവ ബോധത്തിലേക്കാണ് ആളുകളെ നയിച്ചത്. ചിലരാകട്ടെ ഈ ബഹുദൈവ ബോധം അത് വെച്ചു പുലർത്താനും അതിനെ തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യം കൂടി അവർ കൊടുത്തു. ഇന്ത്യയും ഗ്രീസുമാണ് പൗരാണിക ലോകത്ത് ദൈവാന്വേഷണങ്ങൾക്കേറെ ഇറങ്ങിത്തിരിച്ച രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഗണിത പഠനത്തിലും ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ചില ആളുകൾ പറയാറുണ്ട്, പൗരാണിക ഇന്ത്യ ഭയങ്കര ശ്രേഷ്ഠമായിരുന്നു എന്ന് പറയാറുണ്ട്. അത് തീരെ തള്ളിക്കളയാവുന്നൊരു വാദമല്ല, പൗരാണിക ഇന്ത്യ ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം, പൗരാണിക ഇന്ത്യയിലെ ഈ വിഭവശേഷി ഉണ്ടല്ലോ, ഈ പഠിക്കാനുള്ള ആ വിഭവശേഷി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മാത്സും അല്ലെങ്കിൽ ഗണിതവും മറ്റന്വേഷണങ്ങളും അർത്ഥശാസ്ത്രങ്ങളും ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമായിരുന്നില്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് ഇന്ത്യയിലെ വിഭവങ്ങൾ അവൻ്റെ പൗരൻ്റെ അരികിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇന്ത്യയുടെ അറിവും വിദ്യാഭ്യാസ ശേഷിയും മറ്റ് ഘടകങ്ങളും വിഭവശേഷി പൗരൻ്റെ അരികിലേക്ക് എത്തുന്നത് 47-ന് ശേഷമാണ്. അതുകൊണ്ട് എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഇഷ്ടപ്പെടുന്നത് 47-ന് ശേഷമുള്ള ഇന്ത്യയാണ്. ആ ഇന്ത്യയിലാണ് എനിക്ക് ഭരണാധികാരിയെ ചോദ്യം ചെയ്യാൻ പറ്റിയത്, എനിക്ക് വോട്ടവകാശം കിട്ടിയത്, എനിക്ക് എൻ്റെ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ സാധിച്ചത്, എൻ്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ സാധിച്ചത് 47-ന് ശേഷമാണ്. എൻ്റെ നികുതി ഭാരം കുറഞ്ഞത് അതിന് ശേഷമാണ്. 108 വിധ കരമടക്കേണ്ട സ്ഥിതി പണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതൊക്കെ മാറിയത് അതിന് ശേഷമാണ്. ഞാൻ ഒറ്റവാക്കിൽ പറയട്ടെ, ഇന്ത്യക്കാർ ബുദ്ധിമാന്മാരാണ്, അറിവിലും അന്വേഷണത്തിലും മുമ്പിലാണ്. ഗ്രീക്കുകാരും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഗ്രീക്കുകാർക്ക് അവരുടെ ഭാഷ ഗ്രീക്കായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പൗരാണികമായ അന്വേഷണവും പഠനങ്ങളും ഒക്കെ നടന്നത് സംസ്കൃത ഭാഷയിലാണ്. ഈ ഭാഷകളൊക്കെ കാലഹരണപ്പെട്ടുപോയി, ആ ചിന്തകളൊക്കെ കാലഹരണപ്പെട്ടുപോയി, മൃതഭാഷകളായി തീർന്നു. ഭാഷകൾ പോലും മരിച്ചു, അതിൻ്റെ ഊർജം മുഴുവൻ നിഷ്പ്രഭമായി. പൗരാണികമായ ആ ചരിത്രത്തിൻ്റെ വികാരത്തള്ളലിൽ ഒരാവേശം ഉൾക്കൊണ്ട് ജീവിക്കാം എന്നതിനപ്പുറത്തേക്ക് അതൊരു പ്രയോജനവും ചെയ്യാതെയായി. അതെല്ലാം തകർന്നടിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നളന്തയും തക്ഷശിലയും പോലെ പൗരാണിക സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ, അവ തകർന്നുപോയി. മനസ്സിലാക്കണം. ഇനി ഗ്രീക്കുകാരുടെ കാര്യം നോക്കുക, അവിടെ ലൈസിയം ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട കലാലയങ്ങൾ, എത്ര അധ്യാപകർ, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം.
പക്ഷെ ഞങ്ങൾക്ക് ക്രൈസ്തവർക്ക് ഒരു ആചാര്യനില്ലാതെ പോയി. നമുക്കുണ്ടായിരുന്ന പത്രോസാണ്. സോക്രട്ടീസിൻ്റെ സ്ഥാനത്ത് നമുക്കുണ്ടായിരുന്നത് ബേസൈദ കടൽക്കരയിൽ മീൻ പിടിച്ച് ജീവിച്ചൊരു പത്രോസ്, ചേട്ടനായ അന്ത്രയോസ്, യോഹന്നാൻ, ഏറ്റവും ദുർബലരായ 12 പേര്. ഇരിക്കാനൊരിടമില്ല, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല, സീലും ലെറ്റർ പാഡ് സ്വന്തം ഇല്ല, സഞ്ചരിക്കാൻ ഒരു കഴുത പോലുമില്ല, ഒരു കഴുത സ്വന്തമില്ലാത്ത, ഒരു കുതിര സ്വന്തമില്ലാത്ത, ലെറ്റർ പാടും സീലുമില്ലാത്ത ഒരു ചെറിയ മാർഗം, വാടക പോലും കൊടുക്കാൻ നിർവാഹമില്ലാതെ മർക്കോസിൻ്റെ മാളിക മുറി കടം വാങ്ങിക്കൊണ്ട് അവിടെ രൂപപ്പെട്ടു വന്ന ഒരു മാർഗം 2000 ആണ്ടായിട്ട് സോക്രട്ടേറിയൻ ചിന്തകളെ അപ്രസക്തമാക്കി, ഭാരതീയ ചിന്തകളെ അപ്രസക്തമാക്കി ലോകത്തിൻ്റെ 5 വൻകരകളിലും ഏറ്റവും വളർന്നു നിൽക്കുന്ന ഒരു വടവൃക്ഷമായി മാറിയതിൻ്റെ പിന്നിലെ കാരണമെന്താ? അല്ലയോ യവനായരേ, നിങ്ങൾ തിരഞ്ഞിണഞ്ഞ ആ ജ്ഞാനമില്ലേ? അല്ലയോ ലോകമേ, നിങ്ങൾ അന്വേഷിച്ചിറങ്ങിയ ആ യാഥാർത്ഥ്യമില്ലേ? എന്താണ് ശരിയെന്ന് ചോദിച്ച് നിങ്ങൾ ഇറങ്ങിയില്ലേ? ആ ശരികൾക്ക് ഞങ്ങൾ പറഞ്ഞ വിധി, ഞങ്ങൾ പറഞ്ഞ ഉത്തരം, നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും ഉള്ള ആത്യന്തിക മറുപടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണെന്ന് 2000 വർഷം ഞങ്ങൾ ഉലകത്തോട് പറഞ്ഞപ്പോൾ ആ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നി, അത് പോഷ്കാണെന്ന് തോന്നി. പക്ഷേ ആധുനിക ലോകം അത് കൈനീട്ടി സ്വീകരിച്ചു. ഇന്നും വളരുന്ന മാർഗം യേശുവിന്റെ മാർഗമാണ്. അനുനിമിഷം ചലനാത്മകമായ മാർഗം യേശുവിന്റെ മാർഗമാണ്. അതിവേഗത്തിൽ വളരുന്ന മാർഗം യേശുവിന്റെ മാർഗമാണ്. ലോകത്തേറ്റവും അധികം ആളുകൾ രക്തം ചൊരിഞ്ഞ് വില കൊടുത്തു വാങ്ങിയ മാർഗം യേശുവിന്റെ മാർഗമാണ്. ജനകോടികൾ പ്രാണത്യാഗം ചെയ്ത് ഇന്നും പിടിച്ചു നിൽക്കുന്നത് ഈ മാർഗത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന ആ ടോപ്പിക്കിലേക്ക് വന്നില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വിശ്വാസികളായതുകൊണ്ട് ഈ സബ്ജക്റ്റിനോട് പിണക്കമൊന്നും വരില്ലെന്ന് എനിക്കറിയാം. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്തിനാ? നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിനെയാണ്. അങ്ങനെയല്ലേ? അങ്ങനെ വേണം. അതിൻ്റെ കാരണം പറയാം. എൻ്റെ സഹോദരന്മാരാണ് ഈ പാടിയ ചെങ്ങാതിമാർ. ഇവരുടെ പാട്ടെല്ലാം വളരെ ഭംഗിയാണ്. ഇവരുടെ കൂടൊക്കെ പാടുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ പാടി ആരെങ്കിലും കേട്ടാൽ തന്നെ അത് മഹാ മോശമാണ്. എന്നെപ്പോലുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടോ. നല്ല പാട്ടുകാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ പാടുമ്പോൾ കൂടെ ചുണ്ടനൊക്കെയാണ് ഞാനിതൊക്കെ ആസ്വദിച്ചു പോരുന്നത്. എൻ്റെ പാട്ടൊന്നും കൊള്ളൂല, നല്ല പാട്ടാണ്. പക്ഷെ നമ്മളിന്ന് സിയോൻ ഗീതാവലിയിലുള്ള 90% അല്ല 99% പാട്ടും നിത്യത ചെന്ന് കഴിഞ്ഞാൽ പാടത്തില്ല. അത് ആവശ്യമില്ല. പ്രമേയം കൊണ്ട് അത് മാറി. അതല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. സെക്കൻഡ് കമ്മിങ് അല്ലെങ്കിൽ ഉദാഹരണം നമ്മൾ ഈ കാത്തിരിപ്പ് യോഗത്തിന് പാടുന്ന പാട്ടില്ലേ, നമ്മൾ കാത്തിരിപ്പ് യോഗത്തിരിക്കുന്ന പാട്ട് നിത്യത ചെന്നാൽ പാടേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞു, ആ പാട്ടൊന്നും വേണ്ട, പിന്നെ ഈ പാട്ടൊന്നും വേണ്ട. പാട്ട് മാത്രമല്ല, ഇവിടുത്തെ ഉരുതപ്പെട്ട ഒരു കാര്യവും വേണ്ട. പക്ഷെ നിങ്ങൾക്കറിയോ, ക്രൂശിനെക്കുറിച്ചുള്ള ധ്യാനം സ്വർഗത്തിലുമുണ്ട്. ആ പ്രമേയം പോയിട്ടില്ല. ബാക്കി സകല പ്രമേയങ്ങളും മാറിയിട്ടും ക്രൂശിനെക്കുറിച്ചുള്ള പാട്ട് സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ ആ പ്രമേയത്തിൻ്റെ ശക്തി കൊടുത്ത് എന്താ കാര്യം? വേറെ ഒന്നും അവിടെ ഇല്ല. ക്രൂശിലും പറയാ, സ്വർഗത്തിൽ പറയാ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ക്രൂശ് സ്വർഗത്തിലുള്ള ചിന്തയാണ്. നമ്മളിന്നിവിടെ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേട്ടിരിക്കണം. സന്തോഷമല്ലേ? ഉറങ്ങാനൊന്നും പാടില്ല, ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ പറ്റുള്ളൂ. ഉറങ്ങാനിട്ടിരിക്കുന്ന പല പദ്ധതിയും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോണം. എല്ലാവർക്കും ഉള്ളതാണ് പറയും, ശ്രദ്ധിച്ചിരുന്നേ. ആരെങ്കിലും കുഞ്ഞുങ്ങൾ ഇന്ന് ഉറങ്ങാനാ പദ്ധതിയെങ്കിൽ അങ്കിൾ നിൻ്റെ കല്യാണം നടത്തിയിട്ടേ പോകും. ഉറക്കം തൂങ്ങിയിരിക്കുന്നവരെ ആയി കെട്ടിക്കുന്നത്, മനസ്സിലായിട്ടില്ല? ശ്രദ്ധിച്ചിരി. കല്യാണം കഴിപ്പിക്കുന്നു പറയാൻ കാരണം അതൊരു ശിക്ഷയാണ്. ഈ ജീവപര്യന്തത്തെക്കാൾ ചിലത് ഏറ്റുപോയാൽ അത് ഏറ്റത്. അതുകൊണ്ട് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നേ. അനുഭവിച്ചവനെ എൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ. ശ്രദ്ധിച്ചിരി മക്കളിങ്ങോട്ട്, എല്ലാവരും ശ്രദ്ധിച്ചിരി. ആൺകുട്ടികൾ അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട്. കല്യാണം എന്ന് പറഞ്ഞപ്പോഴേ അമ്മമാർ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരി. ഉറങ്ങോ ശല്യം ചെയ്യോ ഒന്നും ചെയ്യരുത്. മുതിർന്ന ആളുകൾ ഉറങ്ങുന്നുണ്ട്, അവർ മാസ്കും വെച്ച് കെട്ടിയിരുന്ന് ഉറങ്ങിയാനുള്ള സ്ഥിതി ആലോചിച്ച് ലൈവാ. ആൾക്കാർ എപ്പോഴാന്ന് ചോദിച്ചാൽ നാളെ വരും. ഈ മാസ്കും വെച്ച് കെട്ടിയിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മറ്റെന്തോ നമുക്ക് സംഭവിച്ചു എന്നോർത്ത് നാളെ ആൾക്കാർ വരും. അതുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്താൻ ആൾക്കാർ വരാണെന്ന് ഇടയാകാതെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരി. അത് ഈ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ഈ ആൾക്കാരെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കുന്ന ഒരു ശൈലി ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പറയിപ്പിക്കാതെയും വന്നതുകൊണ്ടുള്ള ഒരു അകലം നമുക്ക് തമ്മിലുണ്ട്. ആ ഹല്ലേലൂയ പറയിപ്പിക്കണം. ഞാൻ സത്യത്തിൽ നിങ്ങളെക്കൊണ്ടൊരു ഹല്ലേലൂയ പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോഴേക്കും മറന്നുപോകും. അതാ പറ്റുന്നത്. അല്ലാതെ പിണക്കമുണ്ടായിട്ടല്ല. നമുക്കൊന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറയാമെന്നൊക്കെ പറയാൻ വരുമ്പോൾ ഇതങ്ങ് വിട്ടുപോകും. അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വന്തം മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു
ഒരു സന്തോഷം. സ്വന്തം ചെലവിൽ സ്വന്തം മനസ്സോടെ സ്വന്തം ഹൃദയത്തിൽ തട്ടി തമ്പുരാന് നന്ദി പറയുമ്പോൾ ഭയങ്കര റിലാക്സേഷനാന്നേ. ആരും പറയാതെ അന്യഭാഷ പറയുമ്പോൾ എന്തൊരു റിലാക്സേഷനാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കുറച്ച് നേരം അന്യഭാഷയിൽ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊരു ആത്മാർത്ഥ. നമുക്ക് കുറച്ച് നേരം ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ചിരിക്ക് ആത്മാർത്ഥ വരുമോ? ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ചിരിക്കാൻ എങ്ങനെങ്കിലും തീർന്നു കിട്ടിയാൽ മതി നമ്മൾ ചിരിക്കുന്നത് അല്ലേ? എല്ലാവരും ഒന്ന് ചിരിച്ചെന്ന് പറയുമ്പോൾ എങ്ങനെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയെന്ന് ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുക. അങ്ങനെ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധിച്ചാട്ടെ. അപ്പം ഞാൻ ഉള്ളടക്കത്തിലേക്ക് വരാം. ക്രൂശിക്കപ്പെടുക എന്നാണ് നമ്മുടെ ചിന്ത. ഈ ക്രൂശ് എന്ന് പറയുന്ന പദം നമ്മൾ മലയാളത്തിൽ പറയുന്നത് ക്രോസ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. അതിൻ്റെ ട്രാൻസ്ലിട്രേഷനാണ് ക്രോസ്. അതിൻ്റെ ക്രോസ് എന്ന പദം നമുക്ക് കിട്ടുന്നത് ക്രക്സ് എന്നൊരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ക്രക്സ്. ഈ ക്രക്സ് എന്നതിൻ്റെ ഗ്രീക്ക് പദം നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റൗറോസ് എന്നാണ്. സ്റ്റൗറോസ്. ഈ സ്റ്റൗറോസ് എന്ന പദത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം ദണ്ഡന സ്തംഭം അഥവാ ദണ്ഡനത്തടി എന്നാണ്. ദണ്ഡിപ്പിക്കാനുള്ള മരം എന്നാണ്. ഞാനൊരു കാര്യം പറഞ്ഞ് തിരുത്തുന്നതില്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ചരിത്രത്തിൽ പരാമർശിക്കുന്ന കുരിശ് നമ്മുടെ മനസ്സിലിരിക്കുന്നതോ വഴിയിലിരിക്കുന്നതോ ഒന്നുമല്ലാത്തൊരു കുരിശാണ്. അത് പറയാൻ പോവാം. കുരിശിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു സ്റ്റെമ്മും ഒരു ഹൊറിസോണ്ടലായ ഒരു പാർട്ടും. അതിൻ്റെ സ്റ്റെമ്മുണ്ടല്ലോ, ആ വെർട്ടിക്കലായ പോർഷൻ, അതിന് ലാറ്റിനിലൊരു പേര് പറയുന്നു. ആ പേര് പാറ്റിബുലം എന്നാണ്. PATIBULAM, പാറ്റിബുലം. അതിൻ്റെ വിലങ്ങൻ തടി അതിന് പറയുന്ന പേര് സിംപ്ലക്സ് എന്നാണ്. ഇതിൽ ഈ ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുണ്ടല്ലോ, ആ ഹതഭാഗ്യൻ, അയാൾ ചുമക്കേണ്ടത് സിംപ്ലക്സ് മാത്രമാണ്, വിലങ്ങൻ തടി മാത്രമാണ്. T ആകൃതിയിലെ കുരിശ് അതുപോലെ നമ്മൾ കാണുന്ന വിധത്തിൽ മശിയാചരിത്രത്തിൽ കണ്ട പോലെ ഒന്നുമല്ല. അങ്ങനെ കൊണ്ടുപോകേണ്ട രീതിയില്ല. ഈ തടി മാത്രം കൊണ്ടുപോയാൽ മതി, മറ്റേ തടി അവിടെ കാണും. അത് പടയാളികൾ അവിടെ എത്തിച്ചിരിക്കും. കാരണം ഇത്രയും വലിയ തടി ഒരുത്തന് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് കാരണം. അപ്പം ഞാനിനി 1-2 കാര്യങ്ങൾ അതിൻ്റെ ഒരു ചരിത്രം ലളിതമായിട്ടൊന്ന് പറയാം. നിങ്ങൾ പഴയ നിയമം ആദിയോടന്തം പഠിച്ചാൽ ക്രൂശീകരണം എന്നൊരു പദം നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അങ്ങനൊരു പദം ഇല്ല. ക്രൂശ് എന്നൊരു പദവും തരാൻ പറ്റില്ല. പരോക്ഷ സൂചന ഉണ്ട് കേട്ടോ. നേരിട്ട് ഡയറക്റ്റായിട്ട് ക്രൂശ് എന്നൊരു പദമില്ല, ക്രൂശീകരണം എന്നൊരു വാക്കില്ല, ക്രൂശീകരണം എന്നൊരു ശിക്ഷണ രീതിയില്ല. പഴയ നിയമത്തിൽ തെറ്റുകാരനെ കൊല്ലാൻ ശിക്ഷണ നടപടിയായി സ്വീകരിച്ചിരുന്നത് 4 വിധങ്ങളാണ്. 4 തരം ശിക്ഷണ രീതികൾ ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. ഒന്നാമത്തെ ശിക്ഷണ രീതി തലവെട്ടുക എന്നതാണ്. സോഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ ബിഹെഡിങ് എന്ന് പറയും. സോഡിങ് ഓർ ബിഹെഡിങ് ആണ് ഒന്നാമത്തതെങ്കിൽ, രണ്ടാമത്തത് ഞെരുക്കിയുള്ള കൊലയാണ്. തൽമൂദിലും ചരിത്രത്തിലുമൊക്കെ സുലഭമായിട്ടതുണ്ട്. ഞെരുക്കിയുള്ള കൊല, സ്ട്രാംഗ്ലിംഗ് എന്ന് പറയും. മൂന്നാമത്തെ രീതി ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രത്തിലുമുണ്ട്. സ്റ്റോണിങ് അഥവാ കല്ലെറിഞ്ഞുള്ള കൊലയാണ്. നാലാമത്തെ ശിക്ഷണ രീതി ഹാങ്ങിങ് അഥവാ തൂക്കിലേറ്റമാണ്. ഹാമാനയും മറ്റും തൂക്കിലേറ്റുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ബട്ട് നോ ക്രൂസിഫിക്ഷൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. അതെന്താ ഇല്ലാത്തത്? പറയാം. ക്രൂശ് മരണം ആരംഭിക്കുന്നത് പഴയ നിയമത്തിന് 100 കൊല്ലം കൂടി കഴിഞ്ഞാണ്, അഥവാ ക്രിസ്തുവിന് 300 കൊല്ലം പിന്നിലാണ്. ക്രൂശ് മരണം ലോകത്ത് തുടങ്ങി വെക്കുന്നത് ഫിനീഷ്യരാണ്. ഫിനീഷ്യ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫിനീഷ്യരിൽ നിന്ന് തൊട്ടടുത്ത കാർത്തേജരിലേക്കും പേർഷ്യക്കാരിലേക്കും ഒക്കെ ഈ ശിക്ഷണ രീതി പരന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കാലത്ത് ഗ്രീസിലും ക്രൂശ് മരണമുണ്ട്. പക്ഷേ ധാരാളമാക്കി നടത്തിയത്, ഒരു പതിവാക്കി നടത്തിയത് റോമക്കാരാണ്.
അതുകൊണ്ട് ഇതൊരു റോമൻ ശിക്ഷണ രീതിയാണ്. ക്രൂശുമരണത്തിൻ്റെ സാർവത്രികമായ ആവിഷ്കാരം ധാരാളമായി നടത്തി വന്നത് റോമക്കാരായതുകൊണ്ട് ഇതൊരു റോമൻ ശിക്ഷാ രീതിയാണ്. റോമിൽ ആരെയാണ് ക്രൂശിക്കുന്നത് എന്നുകൂടി പറയാം. പുരാതന റോമിൽ 3 തരത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. റോമാലേഖനം പഠിപ്പിക്കുന്ന ആൾക്കറിയാം. മാത്യു ചെറിയാർ സാർ റോമാലേഖനത്തിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിനൊക്കെ ഇത് വളരെ തെറവാണ്. ഞാൻ അങ്ങനെ ഒരു വേദിയോട് പറയുമ്പോൾ ചില പരിമിതികളുണ്ട്, വേഗത്തിൽ പറഞ്ഞും പോകണമല്ലോ. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വസ്തുതയുണ്ട്. എന്താ കാര്യം? അവിടെ അടിമകൾ ധാരാളം. അതാ ഒരു കൂട്ടം ആളുകൾ പൗരത്വം ഇല്ലാത്ത അടിമകളാണ്. ഡൂലോസ് എന്നാണ് പറയുക. നമ്മൾ ഈ പേരാകെ കേട്ടേക്കുന്ന ബൈബിൾ കോളേജിന്. എന്തിനാണ് ഈ പേര് ബൈബിൾ കോളേജിന് ഇട്ടേക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അർത്ഥവത്തായ ഒരു പേരാണ്. ഡൂലോസ് എന്ന് ഇടാറുണ്ട് അല്ലേ? ആരെയാ ഉദ്ദേശിക്കുന്നതെന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഒരു കപ്പലിനുണ്ട് ഡൂലോസ്, അടിമയെന്നർത്ഥം. ഡൂലോയ് അതാ ബഹുവചനം. അത് പോട്ടെ. അടുത്തത് പൗരന്മാരാണ്. രണ്ടാമത് ഈ പൗരന്മാർ 2 ഗണമാണ്. ഒന്ന് എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട അതിസമ്പന്നരായ ആളുകളാണ്. അതിസമ്പന്നരായ ആളുകൾ വേണ്ടി വന്നാൽ റോമിലെ നാട്ടുരാജാക്കന്മാർക്ക് കൂടി പണം കൊടുത്ത് സഹായിക്കാൻ കഴിയുന്ന തരത്തിലെ സമ്പന്നരാണ്. എന്ന് വെച്ചാൽ രത്നവ്യാപാരികൾ, കപ്പൽ പ്രമാണിമാർ, വലിയ സ്വത്തിൻ്റെ ഉടമകളാണ് ഇതിൽ പെട്ടത്. അവരിലെ അടുത്ത വിഭാഗം സമ്പന്നരാണ്, പക്ഷേ ഇവരോളം വരില്ല. അവർക്കും ഈ പൗരത്വം കിട്ടും. നിശ്ചിത തുക റോയൽറ്റിയായി ഗവർണർമാർക്കുമൊക്കെ കൊടുക്കണം. ഈ പൗരത്വം ഒത്തിരി പ്രിവിലേജ് ഉള്ളതാണ്. ഒത്തിരി പ്രിവിലേജ്. ആ പ്രിവിലേജസ് എല്ലാം പറയാനൊന്നും നമുക്ക് നേരമില്ല. വളരെ പരിഗണനകൾ ആ പൗരത്വത്തിനുണ്ട്. ആ പൗരത്വം നേടിയ ആളാ പൗലൂസ്. ആ ഉന്നത പൗരത്വത്തിനൊരു പേര് പറയും, പെട്രീഷ്യൻസ്. ഉന്നത പൗരനെ വിളിക്കുന്ന പേരാ പെട്രീഷ്യൻ. തൊട്ടു താഴെ വരുന്ന പൗരനെ വിളിക്കുന്ന പേരാ പ്ലീബിയൻ. തൊട്ടു താഴെ എന്ന് പറഞ്ഞാലും ഭയങ്കര അന്തരമാണ്. പ്ലീബിയൻ ഒത്തിരി പദവികളുണ്ടെങ്കിലും പെട്രീഷ്യനൊപ്പം വരില്ല. അവിടേക്ക് എത്തിച്ചേരാൻ പ്രയാസമാണ്. അതാണൊരു വിചാരണ കോടതിയിൽ വെച്ച് മജിസ്ട്രേറ്റ് പറയുകയാണ്, ഞാൻ ഏറിയ ദ്രവ്യം കൊടുത്ത് അത് വാങ്ങി. അതിൽ പ്ലീബിയൻ ആയിരുന്നു, ഇപ്പോൾ പെട്രീഷ്യനായിരുന്നു. അവിടെ സെയിൻ പോൾ പറയുന്നത്, ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു, പെട്രീഷ്യനാണ്. ഇതിൽ ഒരു പെട്രീഷ്യൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അടിമയുടെ എണ്ണമായിരുന്നു. നമുക്ക് വണ്ടി എത്ര ഉണ്ട്, അതുപോലെ എത്ര ഏക്കർ സ്ഥലമുണ്ടെന്നൊക്കെ പറയുന്ന പോലെയാണ് എത്ര അടിമയുണ്ട്. അടിമയുടെ എണ്ണം പെരുകി വന്നു. അടിമയുടെ എണ്ണം പെരുകി കുറേ കഴിഞ്ഞത് നഷ്ടമായി. അടിമയുടെ പഴയ വില ഇടിഞ്ഞു. അത് താഴേക്ക് വരാൻ തുടങ്ങി. എണ്ണം പെരുകി, ആവശ്യക്കാർ കുറഞ്ഞു. എനിക്ക് 100 അടിമയുണ്ട്, 50 അടിമയുണ്ടെന്ന് പറയുന്നത് പണ്ട് പ്രിവിലേജിൻ്റെ ഭാഗമായിരുന്നു. സമൂഹത്തിലൊക്കെ എൻ്റെ സ്വീകാര്യതയുടെ ഭാഗമായിരുന്നു, സ്റ്റാറ്റസ് സിമ്പലായിരുന്നു. പക്ഷേ ഇത്രയും പേരെ തീറ്റിപ്പോയിട്ടുണ്ടേ, വലിയ പാട്. അങ്ങനെ വരുമ്പോൾ പ്രായമുള്ളവരുടെ കാര്യമാണ് പ്രശ്നം. പ്രായമുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്കിന്ന് എത്രയോ സ്ഥാപനങ്ങളുണ്ടല്ലേ. അവിടെ അങ്ങനൊന്നുമില്ല. അപ്പനെ അമ്മയൊക്കെ കൊണ്ട് തള്ളുന്ന ഡംപിങ് യാർഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അന്ന് അതല്ല സ്ഥിതി. ഈ പ്രായമുള്ള അടിമയെ കൈകാര്യം ചെയ്യാൻ വയ്യ. അതിന് ഇയാളെ എവിടെങ്കിലും ഏകാന്ത ദ്വീപിൽ കൊണ്ട് തട്ടും. പണിയെടുക്കാനാന്ന് പറഞ്ഞ് കപ്പലിൽ കൊണ്ടുവന്നാൽ അവിടെ കിടന്ന് മരിക്കും. ക്രൂര പീഡയാണ്. എടുക്കാൻ വയ്യാത്ത കൽക്കരിക്കനിയുടെ ചുമടുകളും ഒക്കെ തലയിൽ വെച്ചു കൊടുക്കും. അങ്ങനെ കിടന്ന് മരിച്ചു. ഇത് അടിമകൾക്കുള്ളിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി, വലിയൊരു നിരാശ. അവർ സംഘടിച്ചു. തരം കിട്ടുമ്പോഴൊക്കെ യജമാനനെ ആക്രമിക്കും. ഒടുക്കം അംഗസംഖ്യ കൂടിയപ്പോൾ ആക്രമണം ശക്തിപ്പെട്ട് പെട്രീഷ്യൻസ് ദുർബലരായി. പ്ലീബിയൻസ് വിഭജിക്കപ്പെട്ട് നിന്നതുകൊണ്ട് അടിമകൾ ശക്തിപ്പെട്ടു. അല്ലാത്ത പ്രശ്നം. അടിമകൾ കോടും ക്രിമിനലുകളായി മാറി. വിദ്യാഭ്യാസമില്ല, വിവരമില്ല, വിവേകമില്ല, അംഗസംഖ്യ കൂടുതൽ, ആരോഗ്യ ദൃഢഗാത്രന്മാർ. അവർ വല്ലാത്ത ക്രിമിനൽ വൽക്കരണം ശക്തിപ്പെട്ടപ്പോൾ ഇവർക്ക് കൊടുത്ത ശിക്ഷയാണ് ക്രൂശുമരണം. നിസാരകുറ്റത്തിനല്ല കൊടുക്കുന്നത്. യജമാനന്റെ സ്ത്രീകളെ പീഡിപ്പിക്കുക, അവരെ കുഞ്ഞുങ്ങളെ കൊല്ലുക, തരം കെട്ടിയ യജമാനനെ നിഷ്കരുണം കൊല്ലുക. ഈ തെറ്റിനെ ആവർത്തിക്കാതിരിക്കാൻ ഇയാൾ ചെയ്ത കുറ്റസംഗതി
ക്രൂശിൽ കുറിച്ചു വെച്ചിട്ട് വഴിയോരത്ത് ക്രൂശിക്കും. എന്തിനാ? വഴിപോക്കരൊക്കെ കാണണം. കുറ്റം ചെയ്യുന്നവനുള്ള അധർമ്മിക്കുള്ള ശിക്ഷ ഇതാണ്. ഇത്ര ഭീകരമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കർത്താവിനെ അധർമ്മികളുടെ കൂടെ എണ്ണി, സ്ത്രീപീഡകനൊപ്പം, കൊടും ക്രിമിനലിനൊപ്പം നമ്മുടെ കർത്താവിനെ എണ്ണി. പക്ഷെ ഒരു കാര്യം, ഈ കൊടും ക്രിമിനൽ വൽക്കരണം പെരുകുന്ന ഘട്ടത്തിൽ ഈ ക്രൂശ് മരണം ഒരു ശാന്തത വരുത്തും. എന്താ കാര്യം? ഒരുത്തനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വാർത്ത പരക്കും, ഒരുത്തനെ ക്രൂശിച്ചു. ഇത് കാണാൻ ആൾ വരും. കാരണം ഈ ബോഡി അവിടെ കിടക്കുക. കാണാൻ വരുന്നവരൊക്കെ ഈ കുറ്റസംഗതി ഒന്ന് വായിക്കും. വായിച്ചിട്ട് ഈ പാപത്തെ ശപിക്കും, ഈ കുറ്റത്തെ ശപിക്കും. അവിടെ വല്ലാത്ത ദുർഗന്ധമാണ്, പാപത്തിൻ്റെ ദുർഗന്ധമാണ് അവർ പറയുന്നത്. എന്നിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കും, അടിമകൾ, കുഞ്ഞേ, ഇത് കൊടും കുറ്റവാളിക്കുള്ള ശിക്ഷയാണ്, കുറ്റം ആവർത്തിക്കരുത്. ഇത് ഭയപ്പെടുത്തുന്ന ആയുധമാണ് ക്രൂശ്. അതുകൊണ്ട് മുന്നറിയിപ്പാ ക്രൂശ്, അത് ഭയപ്പെടുത്തും. അതുകൊണ്ട് നിനക്കും കുരിശുമരണം കിട്ടും, സൂക്ഷിക്കണം. പിന്നെ കുറേ നാളേക്കൊരു ശാന്തതയാണ്. പേടി കാരണം ആരും തെറ്റയില്ല. അല്പം കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ആകും. ഈ ഷുഗറുള്ള ആൾ ഈ ചായ നിർത്തുന്ന പോലെ ഉള്ളൂ ഈ പറഞ്ഞു വരുന്നത്. ഐസ്ക്രീമൊക്കെ നിർത്തുന്ന പോലെ ഉള്ളൂ. വീട്ടിൽ കഴിക്കുകയല്ലെന്നേ ഉള്ളൂ. കല്യാണത്തിന് പോയിട്ട് ആ കുറവെല്ലാം നികത്തിയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇതുപോലെയാണ് അടക്കി വെച്ച ഈ അച്ചടക്കം. ഇത്രേ ഉള്ളൂ. തൽക്കാലം ഒരു സമാധാനം, പിന്നെ കിട്ടൂല. പക്ഷെ ഒരിക്കലായി ഒരുവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ മുഴു ലോകത്തിനും സമാധാനം. ഇതാ സുവിശേഷത്തിൻ്റെ വ്യത്യാസം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതിൻ്റെ ഒരു അല്പ വിശദീകരണം കൂടി സമയബന്ധിതമായി ഞാൻ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ ഈ മലബാറിൽ വളർന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ഭാഷയൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള പ്രയാസമൊന്നും വേണ്ട. ശാന്തമായിട്ട് നമുക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞാൻ ഈ നാട്ടുകാരനാണ്, പക്ഷേ വളർന്നല്ല അവിടെ ഉണ്ട്. നമ്മൾ അവിടുത്തുകാരനായിട്ട് അറിയാതിഞ്ഞ് വരും ഭാഷ. അപ്പോൾ മലയാളത്തിൽ അങ്ങനൊരു മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വന്നാൽ ഇപ്പോൾ അത് ഞാൻ കുറച്ച് വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ചില തെറ്റിദ്ധാരണയെ മാറ്റിക്കോണം. ഈ ആണിയടിക്കുന്ന ഒരിക്കലും കൈവെള്ളയിലല്ല. നമ്മുടെ തന്നെ ചൗരിമാർ പലരും ദർശനം കണ്ടിട്ട് പറയാറുണ്ടല്ലോ, ഞാൻ കർത്താവിനെ കണ്ടു. എങ്ങനെയായിരുന്നു? ആ കയ്യിൽ നിന്ന് ഒഴുകിയ പുണ്യാക രക്തം ആ കൈ കൊണ്ട് തന്നെ തൊട്ടു. അപ്പം നമ്മൾ ചോദിച്ചാൽ മതി, മുറിവ് എവിടായിരുന്നു ചോദിച്ചാൽ ഇവിടാന്നറിഞ്ഞാൽ ഓർത്തോണം, ദർശനം കറക്റ്റ് അല്ല. ഹാലൂസിനേഷനോ അല്ലെ ചുമ്മാ പറഞ്ഞതോ ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ ദർശനം കാണത്തില്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. യേശുവിനെ കാണാമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ദർശനം കാണുന്നവരുണ്ട്, ഇല്ലെന്നൊന്നുമില്ല. പക്ഷേ മുറിവ് ഇവിടെ അല്ല, അവിടെ അല്ല. പിന്നെ എങ്ങനെയാണ്? പറയാം. കഴിഞ്ഞാലുടൻ ഈ നിർഭാഗ്യവാനെ മലർത്തിക്കിടത്തി കൈകാലികൾ വലിച്ച് ഇവരെ പിടിച്ചിട്ട് അപ്പോത്തിക്കരി എന്ന് വിളിക്കുന്ന വൈദ്യൻ വരണം, ഡോക്ടർ. അയാൾ അനവധി നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി ആണിയിറക്കാനുള്ള സ്ഥലം മഷി കൊണ്ട് അടയാളപ്പെടുത്തണം. അതിവിടെ ആയിരിക്കണം, ഈ പരിസരത്ത് എവിടെങ്കിലും. അതിന് മണിബന്ധം എന്ന് മലയാളത്തിൽ പറയും, റിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇവിടെ വേണം. എന്തിനാണെന്ന് അറിയണ്ടേ? ഇതിലേക്കുള്ള ആണി കൂടി പറയാം. അഗ്ര ഉരുണ്ടിരിക്കുന്ന, മറുഭാഗം മുനയുള്ള, നടുഭാഗം ചതുരാകൃതിയിലുള്ള ആണി, ചതുര വടിവുള്ള ആണി. അഗ്രം മുനയാണ്, അങ്ങേ ഭാഗം ഉരുണ്ടിരിക്കും, നമ്മുടെ വണ്ടിയുടെ ഗിയറൊക്കെ പോലെ. ഈ സാധനം കൊണ്ടുവന്നിട്ട് വൈദ്യരാണ് കുത്തിത്തുളച്ച് കയറ്റിത്തരും. നമ്മൾ കെട്ടി നോക്കൂല, അദ്ദേഹം കുത്തിത്തുളച്ച് അപ്പുറത്ത് കടന്നാലുടൻ ഇതൊന്ന് തിരിക്കും. ആദ്യം ചീറ്റുന്ന രക്തം ഒഴിച്ചാൽ പിന്നെ രക്തം വരത്തില്ല. യേശുവിൻ്റെ രക്തം അവസാന തുള്ളിയും പുറത്തു പോയി. കാരണം സമയമുണ്ടെങ്കിൽ പറയാം. എന്നിട്ടാണ് ആണി അടിച്ച് ചുറ്റികക്കടിച്ച് കുരിശോട് ചേർക്കുന്നത്. കാലും ഇതുപോലെ വലിച്ചിട്ട് കാലിൻ്റെ മടക്കിന് കൃത്യം മഷിയിട്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ കൃത്യമാണി തുളച്ച് കെട്ടിയിട്ട് അടിച്ചിറക്കും. ഇതാണ് ക്രൂശുമരണത്തിൻ്റെ രീതി. ഈ ആണി കയറ്റി തിരിച്ചു കഴിഞ്ഞാലുടൻ ഞരമ്പ് കെട്ടുകൾ ശരീരത്തിലേക്കുള്ള രക്തപ്രവാഹം നിൽക്കും. വൈദ്യശാസ്ത്രം പഠിച്ച കുഞ്ഞുങ്ങൾക്കറിയാം,
ഈ നമ്മൾ പാസ്റ്റർമാർ അധികം ശാസ്ത്രമൊന്നും പറയാതിരിക്കാന്നല്ല, നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ അല്ലേ. ഈ വിഡിത്തൊക്കെ വിളിച്ച് പറയാതെ അതൊക്കെ ഫേസ്ബുക്കിൽ വരും, ആകെ പ്രശ്നം. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് കുത്തിക്കയറ്റി തിരിക്കുമ്പോഴേക്ക് നമ്മുടെ ഞരമ്പുകളെല്ലാം കൂടെ സ്തംഭിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഇത്രയും ഞാൻ പറയാൻ കാരണം അത് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമായതുകൊണ്ടാണ്. ഇനി ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വൻതോതിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. മനുഷ്യനും കറുത്ത് കരിവാളിച്ച് ഒരു ബീവത്സരൂപമായി അവിടെ കിടക്കും. ഇങ്ങനെ ക്രൂശിച്ച ശവശരീരം നിലത്തിറക്കി കിടത്താൻ പാടില്ല, നിയമവിരുദ്ധം. പക്ഷേ യേശുവിനെ നിലത്തിറത്തി. ഇതൊക്കെ ലംഘിക്കുന്നുണ്ടോ? അതിന് കാരണം തന്നെ ആ നിയമലംഘനം തന്നെ ഒരു പ്രസംഗ വിഷയമാണ്. നിലത്തിറക്കി കിടത്താൻ പാടില്ല എന്ന് പറയാൻ കാരണം ഈ റോമക്കാരുടെ ഒരു ദേവതയാണ് ഭൂമി. ഈ ദേവതയെ അപമാനിക്കലാകും നിലത്തിറക്കി ഹതഭാഗ്യന്റെ ശരീരം കിടത്തുന്നത്. ഇത് സ്പർശിക്കാൻ പാടില്ല നിലത്ത്. ഈ ശരീരം വെള്ളത്തിലൊഴുക്കാൻ പാടില്ല, ജലം അവർക്ക് ദേവതയാണ്. ഈ കൊടും ക്രിമിനലിന്റെ ശരീരം, മരിച്ചവന്റെ ശരീരം വെള്ളത്തിൽ ഒഴുക്കരുത്. 3, തീയിൽ ദഹിപ്പിക്കരുത്, ക്രിമേഷൻ അനുവദനീയമല്ല. അഗ്നി അവർക്ക് ദേവനാണ്. പിന്നെന്ത് ചെയ്യണം? അത് ക്രൂശിൽ കിടക്കണം. രാത്രിയിലെ കൊടിയ തണുപ്പും പകലിലെ കടുത്ത ചൂടും അനുഭവിച്ച് ആ ശരീരം പ്രകൃതിയുടെ ആ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ കിടക്കുന്ന ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്നതിൽ വിഭിന്നമായി ചിലപ്പോൾ ഈ ശരീരം ദിവസങ്ങൾ തന്നെ ക്രൂശിൽ കോമാ സ്റ്റേജിൽ കിടക്കും. 7 ദിവസം വരെ ക്രൂശിൽ ഇങ്ങനെ കിടന്ന ചിലരുടെ ചരിത്രം ചരിത്രകാരനായ റോമൻ ചരിത്രകാരനായ സ്ട്രാബോ എഴുതുന്നുണ്ട്. സ്ട്രാബോയുടെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നു 7 ദിവസം വരെ പ്രാണൻ പോകാതെ ക്രൂശിൽ കിടക്കുന്ന ആളുകളെ പറ്റി. പക്ഷേ റോമിലൊരു നിയമമുണ്ട്. നിയമങ്ങളുടെ രാജ്യം തന്നെ റോമാണ്. കോടതി ഭാഷ പോലും ഇന്നും റോമിലെ നമ്മൾ വലതും പറയുന്നത്. ആ വ്യവഹാര ഭാഷയിലെ പദങ്ങളൊക്കെ സാങ്കേതിക പദങ്ങൾ നമ്മൾ വാറണ്ട് എന്നൊക്കെ പറയുന്നത്, കോ വാറണ്ടം, ഹേബിയസ് കോർപ്പസ്, ഇതൊക്കെ റോമൻ ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. അത്ര നിയമങ്ങളുടെ രാജ്യമാണ്. അതുകൊണ്ട് ഈ ക്രൂശിൽ കിടക്കുന്നവൻ്റെ മരണം ഉറപ്പാക്കാതെ ആ കൺസേൺഡ് ഓഫീസർക്ക് പോകാൻ പറ്റില്ല. അവിടെ നിൽക്കണം. അയാൾ പടയാളികളെ വിന്യസിച്ചിരിക്കണം, അവിടെ കിടക്കണം. കാരണം ഈ ശവശരീരം ആർക്കുള്ളതാ? ആകാശത്തിലെ പറവകൾക്ക് കൊത്തി ഭക്ഷിക്കാനുള്ളതാ, കഴുകന് തിന്നാനുള്ളതാ, ഇത് കുറുക്കന് ഭക്ഷിക്കാനുള്ളതാ. അങ്ങനെ ഈ കഴുകനും കാക്കയും ഒക്കെ വന്നിട്ട് ഈ മനുഷ്യന്റെ ശരീരം കൊത്തിപ്പറിച്ചിട്ട് കുടൽമാലകൾ ഇരുന്ന് താഴെ വീണ്, കണ്ണിറന്ന് താഴെ വീണ്, കരളും ഹൃദയവുമൊക്കെ താഴെ വീണ് ആകെ ബീഭത്സമായ ഒരു നിലയിൽ ഈ ക്രൂശിൽ ഈ മനുഷ്യൻ കിടക്കും. അത്ര വൃത്തിഹീനമാണ്, അത്ര ഭീകരമാണ്. ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പങ്കപ്പാടിന്റെ ഇടമാണ് ക്രൂശുമരണം. അതുകൊണ്ട് ലോകത്തിലൊരാളും ക്രൂശുമരണം ആഗ്രഹിക്കില്ല. ലോകത്തിൽ ഏതൊരാളും മരിക്കാൻ ആഗ്രഹിച്ചാൽ ആ മരണത്തിനൊരു വിധം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നമ്മൾക്ക് മരിക്കാൻ മടിയില്ല, പക്ഷേ മരണവിധം ഭയമാണ് മനുഷ്യന്. ദീർഘനാൾ കിടക്കുന്നത്, ശരീരത്തിൽ കിടക്ക പൊട്ടുന്നത്, ഇത്തരത്തിലുള്ള വിഷമതകൾ, ദിനകൃത്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥകളെ ഒക്കെ പ്രായമുള്ള ആളുകളിൽ നിന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് മരിക്കേണ്ടി വന്നാൽ പോലും ആർക്കും ഞാനൊരു ഭാരമാകരുത്. ഇതൊക്കെ ചിന്തിക്കുന്നവരാ മനുഷ്യൻ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ഭീകരത ഇത്തരം ചില ഓർമ്മകളിലാണ് കൂടിയിരിക്കുന്നത്. പക്ഷേ ഈ മരണം മുമ്പിൽ വെച്ചാൽ സ്വീകരിക്കാൻ ആരുണ്ട് എന്ന് സ്വയം എന്ന് ചിന്തിക്കുക. അപ്പോഴാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനമലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് ഈ മരണശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ സന്നദ്ധനായി ഇഹലോകത്തിലേക്ക് ജഡം ധരിച്ചു വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിയുടെ പവിത്രത നാം ഇന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇനി ഈ ക്രൂശിൽ കിടക്കുന്നവന് ഇവരൊരു ഫേവറായിട്ടൊരു കാര്യം ചെയ്യും. അതെന്താണെന്നറിയണ്ടേ? നീളമുള്ളൊരു ഗതാദണ്ഡ് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇരുമ്പ് കഷണം കൊണ്ടോ തടിക്കഷണം കൊണ്ടോ ക്രൂശിൽ കിടക്കുന്ന ആളിൻ്റെ കാല് തല്ലിയൊടിക്കും. നമ്മൾ കേട്ടാൽ ഇതൊരു ഭീകര രീതിയാണല്ല. ഈ ചെയ്തതിലെ ഏറ്റവും ആശ്വാസമുള്ളൊരു കാര്യമാണ് ഈ മരത്തടിക്ക് കാലിനടിക്കുക. കാരണം മരവിച്ചുണങ്ങിയ ഈ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച രക്തം ഒന്ന് പുറത്തു പോയിട്ട് ചില മണിക്കൂറുകളിലെ ശ്വാസം കിട്ടാത്ത കോമാ സ്റ്റേജിൽ നിന്ന് ഈ കുറ്റവാളി ഈ പരമ്പരയിൽ ആദ്യമായി ഒന്ന് നിശ്വസിക്കും. പ്രാണവായു എടുത്ത് ശ്വാസമേറ്റെടുത്ത് പ്രാണൻ ശാന്തമായി അദ്ദേഹം വിട്ടുകളയുമ്പോൾ ഒരാശ്വാസം. ഇത് യേശുവിന് കിട്ടിയില്ല എന്ന് പറയുന്നത് ചിലർ ഓർക്കുന്നത്
യേശുവിൻ്റെ കാലടിച്ച് തകർത്തില്ല എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റായി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അതിന് പ്രവചനം ഉണ്ടെന്നുള്ളത് സത്യം. പക്ഷേ ആ ഒരാശ്വാസം പോലും കൊടുക്കാതെ ക്രൂരവേദനകൾ സഹിച്ച് യേശു ക്രൂശിൽ പിടഞ്ഞു. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചുകൊണ്ട് പറയട്ടെ, സംവാദവേദികളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, യേശു ദൈവമെങ്കിൽ ക്രൂശിൽ കിടന്ന് ഈ വേദന സഹിച്ചിട്ട് കരഞ്ഞതെന്തിനാ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഞാൻ അഭിമാനത്തോട് പറയും, അത് വെറും കരച്ചിലല്ല സഹോദര. വേദന വന്നപ്പോൾ തോന്നിയപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയല്ല സഹോദര. ആ കരച്ചിൽ പോലും പ്രീ പ്ലാൻഡാണ്. യേശുവിനും 1000 ആണ്ടുകൾക്കപ്പുറത്ത് ഭൗതിക ജീവിതത്തിൽ യേശുവിൻ്റെ മുതുമുത്തച്ഛൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ദാവീദി രംഗം ആത്മാവിൽ കണ്ടിട്ട് 22-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, എലീഹോ എലീഹോ ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് യേശു അതേപടി എടുത്ത് പുനരാഖ്യാനം ചെയ്യുക. അല്ല, സ്വന്തമായിട്ട് കരഞ്ഞല്ല. അവൻ ചെയ്തതെല്ലാം 1000 ആണ്ട് മുമ്പ് മുൻകൂട്ടി എഴുതി വെച്ച കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ പ്രവൃത്തി ഒന്നും യാദൃച്ഛികമല്ല. ക്രൂശിലെ ഒരു പ്രവൃത്തിയും വന്ന വഴിക്ക് സംഭവിച്ചതല്ല, പെട്ടെന്നുണ്ടായതല്ല. തിരുവെഴുത്തുകളെയും പ്രകാരം ജനിച്ച്, തിരുവെഴുത്തുകളെയും പ്രകാരം വളർന്ന്, തിരുവെഴുത്തിൻ പ്രകാരം പ്രവർത്തിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത്, തിരുവെഴുത്തിൻ പ്രകാരം സഞ്ചരിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു എന്ന അപൂർവ വ്യക്തിത്വം ഒരു യാദൃച്ഛിക സംഭവമല്ല. എല്ലാം മുൻകൂട്ടി എഴുതി വെച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ വിധിയിലേക്കും വിചാരണയിലേക്കും ഒന്ന് പോകണം. യേശുവിനെ കുറ്റവാളിയായിട്ട് കണ്ടുവന്നു. കുറ്റവാളിയായിട്ട് കൊണ്ടുവന്നിട്ട് മതകോടതികളിൽ ആദ്യ വിചാരണ. മതകോടതിക്കെന്ന് വലിയ അധികാരമുള്ള കാലമാണ്. അന്നാസും കയ്യഫാവും ഒക്കെ നമുക്കറിയാമല്ലോ. വിധിക്കുക. ഇവർ രണ്ടും നോക്കിയിട്ട് ഒരബദ്ധം അവർക്ക് പിണയാ. ഈ യഹൂദൻ ആഗ്രഹിക്കുന്ന ശിക്ഷ ഒരു വിധത്തിൽ യേശുവിന് കൊടുക്കാൻ അവർക്ക് വകുപ്പില്ല. നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. കളക്ടർ കോടതിയാണ്, കളക്ടർക്ക് ശിക്ഷിക്കാം. RDO കോടതിയാണ്, നമ്മളെ ശിക്ഷിക്കാം. പക്ഷേ വധശിക്ഷ വിധിക്കാൻ പറ്റില്ല. അതിന് വേറെ കോർട്ടുണ്ട്. ട്രയൽ കോർട്ട് വേറെയാണ്. സെഷൻസ് കോർട്ടിനാണ് വധശിക്ഷ വിധിക്കാൻ പറ്റുന്നത്. ഒരു കളക്ടർ ഇന്ന് വരെ വധശിക്ഷ വിധിച്ചിട്ടില്ല. RDOക്ക് പറ്റില്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അവർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റൊക്കെയാണ്. പക്ഷേ ഇത് കോർട്ട് വേറെയാണ്. ജൂറിസ്ഡിക്ഷനിൽ പെടാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. സിവിൽ കോടതിക്ക് വധശിക്ഷ വിധിക്കാൻ പറ്റില്ല. മറ്റൊരു കോടതി CJM പോലും പറ്റില്ല. വധശിക്ഷ നേരെ പോകുന്ന അങ്ങോട്ടാണ്, സെഷൻസ് കോടതിക്കാണ്. അങ്ങോട്ട് പോകും. അവിടെ ഈ കേസ് എടുക്കുന്ന തന്നെ. ഇതൊരു മതകോടതിയാണെന്നേ. നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും, പക്ഷേ കല്ലെറിഞ്ഞു കൊന്നോണം. മതം പറയുന്ന പോലെ കല്ലെറിഞ്ഞു കൊന്നോണം. മതം പറയുന്ന പോലെ തലയെറുത്ത് കൊന്നോണം. ആവശ്യം ക്രൂശിക്കുക എന്നുള്ളതാ വകുപ്പില്ല. അതവർ തള്ളിക്കളഞ്ഞു. നേരെ പറഞ്ഞു പോയി പീലാത്തോസിൻ്റെ അടുത്തോട്ട്. പീലാത്തോസ് ഗവർണറാണ്. ഈ പണ്ടും പണിയില്ലാതെ ഒത്തിരി ആളുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു ജോലിയില്ലാത്ത ആളുകൾക്ക് ഇത്തരം ചില ജോലികൾ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കക്ഷിയായിരുന്നു ഈ പീലാത്തോസ്. ഇദ്ദേഹം ആരാന്നറിയണ്ടേ? റോമിലെ സ്വന്തം ആളാണ്. ഇയാൾ റോമക്കാരനാണ്, യഹൂദനല്ല. ഇനി ഹെരോദാവുണ്ട് അപ്പുറത്തെ രാജാവ്. അയാൾ നാട്ടുരാജാവാണ്. അയാൾ യഹൂദനുമല്ല, റോമക്കാരനുമല്ല. നമ്മുടെ ഏശാവിൻ്റെ വംശാവലിയിലെ കൊച്ചുമോനാണ്. ഏദോമൈറ്റ്സ ആ സ്റ്റോക്കിൽ പെട്ട ആളാണ് ഹെരോദ. യഹൂദ തത്വജ്ഞാനവും സംഭവമൊക്കെ അറിയാം. യഹൂദന്മാരുടെ മതപ്രകാരമുള്ള അറിയാം. റോമൻ നിയമം അറിയാം. രണ്ടും അറിയാവുന്ന കംഫർട്ടബിളായൊരു കോടതിയാണ്. രണ്ടും വിധിക്കാം. പീലാത്തോസ് അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് നല്ലൊരു മദ്യപാനിയാണ്. അതുകൊണ്ട് ഈ കേസുകളൊന്നും പുള്ളി എടുക്കുകയില്ല. ഉരുതപ്പെട്ട കേസൊക്കെ വിടും. പക്ഷേ യേശുവിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഇന്ന് കാണാനൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ജനം മുമ്പോട്ട് കൊണ്ടുവന്നു. പുള്ളി ഇതെല്ലാം കേട്ടേച്ച് പറഞ്ഞു, ഇത് ഹെരോദാവിൻ്റെ അടുത്ത് വിടും. ഇവർ തമ്മിൽ അധികാരത്തർക്കം നിലനിൽക്കുന്ന കാലത്ത് എൻ്റെ അധികാരം അംഗീകരിച്ചല്ലോ, എന്നെ രാജാവായിട്ട് വിശ്വസിച്ചല്ലോ, ഓക്കെ. അദ്ദേഹം താഴേക്ക് വിട്ടു. പീലാത്തോസിൻ്റെ അടുത്തുണ്ടാവും. പീലാത്തോസിൻ്റെ സന്തോഷം, സുപ്രീം അതോറിറ്റി എനിക്കാന്ന് അവൻ സമ്മതിച്ചല്ലോ. താഴെ വന്നു. പീലാത്തോസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ചോദിക്കുമ്പോൾ എന്താ ഇവൻ്റെ കുറ്റം? ആ കുറ്റം അവൻ നികുതി അടയ്ക്കുകയില്ല. നികുതി അടയ്ക്കാത്ത കുറ്റത്തിന് ക്രൂശിക്കാൻ പറ്റുമോ? ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 6 വർഷം കഠിനാടകം ചെയ്യാൻ പറ്റുമോ? ഹെൽമെറ്റ് വെച്ചോണോ? അത് വേറെ കാര്യം. എൻ്റെ 500 രൂപ ഇന്നും പോയി.
അതുകൊണ്ട് പറഞ്ഞ ഹെൽമറ്റല്ല വേറെയാ കാരണം. അപ്പോൾ വളരെ സൂക്ഷിച്ചോണം. പക്ഷെ അതിനെ കൊല്ലാനൊന്നും ഒക്കത്തില്ലെന്നേ. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിടുമൊന്നുമില്ല. അങ്ങനെ ഞാൻ പിള്ളേരോട് പറഞ്ഞത് ഹെൽമെറ്റ് ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വണ്ടിക്കടി കയറാതെ 500 രൂപ കൊടുത്താൽ മതി, ചാകാതിരിക്കുക. അതിനാ പറഞ്ഞു. അതിന് വേണ്ടി പറഞ്ഞ കോട്ടെ. അപ്പോൾ പറഞ്ഞത് അതിന് ശിക്ഷിക്കാനൊക്കില്ല. ഓഫൻസിൻ്റെ ഗൗരവം അനുസരിച്ചാണ് നമുക്ക് ശിക്ഷ വരുന്നത്. അങ്ങനെയാ പണിഷ്മെൻറ്റ് ഓഫൻസിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നികുതി അടച്ചില്ലെന്ന് കുറച്ചു. പക്ഷേ അപ്പോൾ വക്കീൽ ജബി പറഞ്ഞു കൊടുത്തു ആ കേസ് നീക്കിയല്ല കേട്ടോ. കാരണം എന്താ, നിങ്ങൾ എന്തോ വിഡിത്തായി പറയുന്നത്, ആ കേസ് നീക്കിയല്ല. എന്താ കാര്യം, യേശുവും 10 ദിവസം കഴിഞ്ഞ ആഴ്ചയല്ലേ ടാക്സ് അടച്ചേ, കണ്ടില്ലേ മത്സ്യത്തിൻ്റെ വായിലെ ചതുർദ്രഹ്മ പണം കൊണ്ട് കടം വീടി രസീത് എടുത്തുകൊണ്ട് കാണിച്ചാൽ തീർന്നു. അത് വെക്കല്, വാദം വെക്കരുത്. ആ അത് വിട്ടു. ഒരാൾ പറഞ്ഞു സാറേ ഇവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ഈ കേസ് പണ്ടേ പോവും. കാരണം ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ലേല കേസ്. കാരണം ദൈവങ്ങൾക്കൊരു പഞ്ഞമില്ലാത്ത സ്ഥലത്ത് ഒരാളുടെ പുതുതായിട്ട് ദൈവമാണെന്ന് പറഞ്ഞാൽ അതിനെന്തുവാ കേസ്? നീ ആരാധിക്കേണ്ട വിഷയം തീർന്നില്ലേ? അത് നീക്കിയല്ല. ഒത്തിരി ആയപ്പോൾ പീലാത്തോസ് ചെലവ് സഹിതം കോടതി കേസ് തള്ളണ്ട. പീലാത്തോസ് അവസാനം പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കോർട്ടിൽ കൊണ്ടുവരാതെ കൊണ്ട് നിങ്ങളുടെ മതാചാരപ്രകാരം വിധിപ്പിക്കും. ഞാനൊരു വാക്ക് രസകരമായതും അപ്പോൾ തന്നെ ചിന്തിക്കാവുന്നതുമായ ഒരു കാര്യം പറയാം. എനിക്ക് അറിവുള്ള കാര്യമാണ്, വിശേഷിച്ച് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് അറിയാം. ഞാനൊരു മാധ്യമപ്രവർത്തനം കൂടി ആയതുകൊണ്ട് കിട്ടിയ ഒരു അറിവിൽ പറയുന്ന കാര്യമാണ്. നമ്മുടെ തന്നെ ഒരു പ്രമുഖ സഭയുടെ ഒരു കേസ് പോലീസ് സ്റ്റേഷനാണ്, സർക്കിളിൻ്റെ അടുത്ത് വന്നു. സർക്കിളൊരു ഹിന്ദുവായ നല്ലൊരു സഹോദരനാണ്. അപ്പോൾ ഒരു ചർച്ചിൻ്റെ 2 സെൻറ്ററുകൾ തമ്മിലുള്ള കേസാണ്. അപ്പോൾ ഒരു ചർച്ച് ഓവർലാപ്പ് ചെയ്ത് ഒരു ചർച്ച് അപ്പുറത്ത് കിടക്കുന്ന ഇത്രയും വിഷയമുള്ളൂ. അപ്പോൾ ഈ പുള്ളി സർക്കിളിനോട് പറഞ്ഞു, സാറേ ഇത് പീച്ചി ഡിസ്ട്രിക്റ്റ്, ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും പീച്ചി ഡിസ്ട്രിക്റ്റും. കുറച്ചു നേരം കേട്ടിട്ട് സർക്കിൾ ചോദിച്ചു ഈ പീച്ചി എന്നാടോ ഡിസ്ട്രിക്റ്റ്? പുള്ളിക്ക് പീച്ചി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് അറിയില്ല, 14 ജില്ല അറിയാം. ഈ പീച്ചി എന്നാ ഡിസ്ട്രിക്റ്റ് ആയത്? അപ്പോൾ പറഞ്ഞു ഇത് ഇരിങ്ങാലക്കുട ഡിസ്ട്രിക്റ്റ്. ലാശ് പറഞ്ഞു ഇറങ്ങിപ്പോടുമെന്ന് പറഞ്ഞു. മാപ്പടിപ്പിച്ച് കൊടുത്തേച്ച് പറഞ്ഞു താൻ ആ ഡിസ്ട്രിക്റ്റിലായിരുന്നു പഠിച്ചേച്ച് പോകാൻ പറഞ്ഞു, പോകോളാൻ പറഞ്ഞു. ഇത് അവിശ്വാസിയുടെ അടുത്ത് വ്യവഹാരത്തിന് പോകരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? അവനറിയില്ല ഇതാ കാര്യം, അവരുടെ കുറ്റമല്ല. നമ്മുടെ കേസ് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകില്ലേ, അതാ കാര്യം. അവിടെ നിന്ന് പഠിച്ചു പോട്ടെ. അപ്പോൾ പീലാത്തോസ് എടുക്കൂല ഈ കേസ്. അയാൾ കേസൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു കൊണ്ട് നിങ്ങളുടെ മതാചാരപ്രകാരം വിധിക്ക് കൊണ്ടുപോകും, നിങ്ങളുടെ മതം എന്തോ പറയുന്നു അതുപോലെ ചെയ്യും, വിഷയം തീർന്നു. അപ്പോൾ നമ്മൾ പറയാം അന്യഭാഷ പറയാത്ത ആളിനെ സെക്രട്ടറി ആക്കുകയല്ല. ഇതും കൊണ്ട് കോടതിയിൽ പോയാൽ ഈ അന്യഭാഷ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? നമ്മളോടൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സിലായോ എൻ്റെ ഗതികേട്? കോടതിക്ക് ഇതൊന്നും അറിയണം, ഇതെന്തോ ഈ വിഷയം. അപ്പോൾ അവൾ അന്യഭാഷ പറഞ്ഞു കഴിയുമ്പോഴേക്ക് കോടതി പറയുക ഇതാണേ പറയുകയേ വേണ്ടെന്ന് പറയും, ഇതാണേ എങ്ങും പറയണ്ട. അതിൻ്റെ അർത്ഥം വ്യവഹാരത്തിന് പോകല്ല അറിയാത്തിടത്ത് ഇത് പറയണം. പീലാത്തോസ് വിട്ടു. അപ്പോഴേക്കൊരു ബുദ്ധിമാൻ, എല്ലായിടത്തും കാണുമല്ലോ ഒരു കുരുട്ടുബുദ്ധിക്കാരൻ. ഈ കുരുട്ടുബുദ്ധിക്കാരനുള്ളത് കൊണ്ടാണ് പ്രസ്ഥാനം നടന്നു പോകുന്നത്, വേറെ കാര്യം. അത് മറക്കല്ലേ. നമ്മൾ പറയില്ല കഴിവുള്ള ആളുകളെ നമുക്ക് കമ്മിറ്റിയിലെടുക്കണം. അതിൻ്റെ അടുത്ത് നമ്മൾ അല്പം കണ്ണിങ് ആയ ആളുകൾ വേണമെന്നാണ് ഫണ്ടുണ്ടാക്കാൻ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ കണ്ണിങ് ആയ ആളുകളെയാണ് നമ്മൾ ഈ കഴിവുള്ള ആളെന്ന് പറയുന്നത്. ആണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി, പോട്ടെ. അപ്പോൾ ഏതായാലും അതിനകത്ത് കഴിവുള്ളൊരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു സാറേ എവൻ ദേവാലയം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. സാറേ പീലാത്തോസ് വെള്ളമായിരുന്നു. പുള്ളി പറഞ്ഞു വിടൂ, പുള്ളി പണിയുമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? അയാൾ അടുത്ത തന്ത്രം പറഞ്ഞു, ഇവൻ രാജാവെന്ന് പറഞ്ഞു. അത് ഗൗരവമുള്ള കാര്യമാണ്, അത് ഗൗരവമാണ്. ആ കേസ് ഫയലെടുത്താട്ടെ. വല്ലതും പറയാനുണ്ടോ? ശരിയാ സാറേ, ഞങ്ങളൊക്കെ കേട്ടു. ഞങ്ങളെല്ലാം കേട്ടു. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വച്ച് ഒരു മേലങ്കി ധരിപ്പിച്ച് അടിച്ച് വികൃത രൂപത്തിലാക്കി കൊണ്ടവിടെ നിർത്തിയിരിക്കുക പ്രതിക്കൂട്ടിൽ. ഇത്രയും ചെയ്തപ്പോഴും മനസ്സ് ശാന്തമാകുമെന്ന് ഓർത്ത് കൊണ്ട് നിർത്തിയിരിക്കുക. ഈ ഘട്ടത്തിലാണ് ക്വസ്റ്റ്യൻ. പീലാത്തോസ് ചോദിക്കാൻ പോവാ. ഈ കോടതി നിയമത്തിലൊരു പ്രധാന ഭാഗ ഓടി ആർട്ടം പാർട്ടം. വക്കീലന്മാരുണ്ട്, ക്ഷമിക്കണം എൻ്റെ പ്രൊനൗൺസിയേഷൻ കേട്ടിട്ട്. ഒടി ആർട്ടം പാർട്ടം എന്ന് പറഞ്ഞാൽ ഒടിവിളായിരിക്കണം മജിസ്ട്രേറ്റ്. ആർട്ടം പാർട്ടം 2 പക്ഷം പറയുന്നത് കേൾക്കണമെന്ന് മജിസ്ട്രേറ്റ്. ഒരു ഭാഗം കേട്ട് നമ്മൾ വിധി പറയാനായിട്ട് പാടില്ല, 2 ഭാഗത്തിന് ഒടിവിളായിരിക്കണം. അവ പ്രതിയോട് ചോദിക്കാൻ പോവാം. യേശുവിനെ കണ്ടു പീലാത്തോസ്. അടിയറ്റ തിരുത്ത പാടുകളിലൂടെ രക്തമെഴുതുന്നുണ്ട്.
അടിച്ച മുൾക്കിരീടം, മുൾത്തറച്ച ഭാഗത്തൂടെ രക്തമൊഴുകുന്നുണ്ട്. വിഷമുള്ളുകൊണ്ട് മടഞ്ഞത്തെ കിരീടം തലയിൽ, കയ്യിലൊരു കളിയാക്കുന്ന ചെങ്കോല്, ദേഹത്തൊരു മേലങ്കിയൊക്കെ ധരിപ്പിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് ഉദ്വേഗഭരിതനായൊരു ചോദ്യം: യേസൂസ് ബെൻ യൗസേഫ് നാസറിൻ ഒഹൈ മീ ബെസേലിയൂസ് യേസൂസ്. നസ്രേനായ യേശുവേ, നീ രാജാവാകുന്നുവോ? ഈ ഒറ്റ ചോദ്യത്തിൽ ഒരു വഴിത്തിരിവ. അല്ല എന്ന് പറഞ്ഞാൽ യേശുവിന് രക്ഷ, ആകുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശ്. ഇവിടെ എന്തു പറയണം, എന്തു പറയണമെന്നുള്ള ഒരു പരീക്ഷണം മുമ്പ് യേശുവിന് വന്നതാ. 5 അപ്പം 5000 കൊടുത്ത ഘട്ടത്തിൽ ജനം തന്നെ പിടിച്ച് രാജാവാക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, കിരീടം കയ്യിൽ വെച്ചോ. ലോക്കൽ ഒരുമിച്ച് കൂടി രാജാവാക്കാൻ വന്നപ്പോൾ കിരീടം നിരാകരിച്ചവൻ കോടതി മുറിയിൽ നിന്നിട്ട് ചോദിക്കുക, ഈ രാജാവ് തന്നെ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറയേണ്ടതാ ന്യായം. നമ്മളാണ് എങ്ങനെ പറഞ്ഞേനെ? നിങ്ങളുടെ എനിക്കറിയില്ല, ഞാനാണേ പറഞ്ഞേനെ, എൻ്റെ പൊന്നച്ച ഞാൻ രാജാവൊന്നുമല്ല. പിന്നെ ഒരു പ്രസംഗമല്ലേ അച്ഛാ, ആവേശം കയറിയപ്പോൾ രാജാവാണെന്നോ മന്ത്രി. അച്ഛൻ തന്നെയാണ് രാജാവ്. അച്ഛൻ്റെ ആ മുഖതേജസ് കണ്ടാൽ മനസ്സിലാവുമല്ലോ, അച്ഛനാണ് രാജാവ്. പിന്നെ ഞാൻ രാജാവെന്ന് പറഞ്ഞത്, ഞാൻ വീട്ടിലൊരു രാജാവിനെ പോലെ വളർന്നു. മൂലഭാഷയിൽ രാജാവിന് വേറൊരു അർത്ഥമുണ്ട്. ശുംഭനെന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നവനാണെന്നൊരർത്ഥമുണ്ട്. പ്രകാശി, ഇങ്ങനെയൊക്കെ പറഞ്ഞേ നമ്മൾ തടി തപ്പും. ലോക്കലിൽ രാജാവക്കം വന്നപ്പോൾ വേണ്ട, കോടതി രാജാവാണെന്ന് ചോദിച്ചപ്പോൾ ആകുന്നു. നമ്മൾ നേരെ തിരിച്ചാ, ലോക്കലിൽ കിടന്ന് പറയും ഞാൻ ആ രാജാവ്. കോടതി കയറി പേടിച്ച് മുട്ടിടിച്ച് താഴെ വീഴും. ഇതാ അഭിമാനിയായ യേശുവിനെ നമ്മൾ സന്തോഷത്തോടെ പ്രസംഗിക്കാൻ കാരണം എന്താ? ആ കോടതി മുറിയിൽ കാലിടറിയില്ല, കണ്ടമിടറിയില്ല, വാക്കുപതറിയില്ല, ആശയത്തിനൊരു കോട്ടവും തട്ടിയില്ല, അടിയറ്റ ചെറുത്ത പാടുകൾ വേദനിപ്പിച്ചില്ല, തലയിൽ വെച്ച മുൾക്കിരീടം ആശങ്ക ജനിപ്പിച്ചില്ല. ചങ്കുറപ്പോടെ നിന്നിട്ട് പീലാത്തോസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, ഏയ് മീ യഗോ പീലാത്തോസ്, ഞാനാകുന്നു പീലാത്തോസേ, ഞാൻ രാജാവ് തന്നെ. ഹല്ലേലൂയ, ഞാനാ രാജാവ്. പീലാത്തോസ് വരണ്ടു. പീലാത്തോസ് ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ രക്ഷിക്കാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ടെന്നറിയില്ലേ? യേശു ആ മുഖത്തേക്ക് നോക്കി, നിസ്സംഗതയല്ല അവിടെ, ആ മുഖത്തേക്ക് നോക്കിയിട്ട് അധികാരം പറയാ, ഇല്ലട കൊച്ചേ, നിനക്ക് അങ്ങനെ അധികാരമൊന്നുമില്ല. ഉയരത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിനക്ക് എന്ത് അധികാരം? ഇങ്ങനെ കോടതി മുറിയിൽ അടിപതറാതെ ചങ്കുറപ്പോടെ നിന്നവനാ നമ്മുടെ നാഥൻ. അവനെയാ നാം അനുഗമിക്കുന്നത്, അവനെയാ നാം പിന്തുടരുന്നത്, അവൻ്റെ വാക്കാ നമ്മെ ബലപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി അവൻ്റെ വാക്കെനിക്ക് ബലമാ, അവൻ്റെ വാക്കെനിക്ക് ശക്തിയാ, അവൻ്റെ വാക്കെനിക്ക് രോഗശാന്തിയാ, അവൻ്റെ വാക്കെനിക്ക് പുരോഗമനമാ, അവൻ്റെ വാക്കെനിക്ക് കൂടുതൽ കൂടുതൽ കരുത്താ. ഇനിയും ഞാൻ വെട്ടിപ്പിടിക്കാനുള്ള മണ്ഡലങ്ങളിലേക്കുള്ള യാത്രയിൽ അതെനിക്ക് പുത്തൻ ഉത്തേജനമാ. അവൻ്റെ വാക്ക് എൻ്റെ പ്രായത്തെ ചെറുതാക്കുന്നു, അവൻ്റെ വാക്ക് എൻ്റെ രോഗത്തെ നിഷ്പ്രഭമാക്കുന്നു, അവൻ്റെ വാക്ക് എൻ്റെ ആവേശം ഇരട്ടിയാക്കുന്നു, അവൻ്റെ വാക്ക് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തീഷ്ണത അഭിമാനകരമാക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നതിൽ എൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. ഗുരു, അങ്ങ് കോടതി മുറിയിൽ പതറിയെങ്കിൽ, അങ്ങ് കോടതി മുറിയിൽ ക്ഷമയാചിച്ചെങ്കിൽ, അങ്ങ് കോടതി മുറിയിൽ പ്രാണന് വേണ്ടി കെഞ്ചിയെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ കൂടുമായിരുന്നില്ല. ഞങ്ങളെ 2000 ആണ്ടായിട്ട് ഉലകത്തിന്റെ 5 വന്യഗ്രഹങ്ങളിലും കൂടിയിരുന്ന് പ്രസംഗിക്കാൻ, ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഒരുവന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ആ അജയ്യതയാണ്, ആ കരുത്താണ്, ആ ധാർമ്മിക ബോധമാണ്. അങ്ങനെയുള്ള ക്രിസ്തുയേശുവിനെ ഈ രാത്രി കർത്താവും രക്ഷിതാവുമായി ഞങ്ങൾ സമൂഹത്തിൽ ഉയർത്തിക്കാട്ടി വിളിച്ചു പറയുന്നു. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സകല നാമത്തിനും മേലായ നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഹോദരേ, ക്രൂശെടുത്തവൻ നമുക്കറിവുള്ള കാര്യങ്ങളാണ്, ഞാൻ ആ വഴി പോകുന്നില്ല. അവനെ ക്രൂശിച്ചു. ക്രൂശിച്ച ഘട്ടത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച, ചിന്തിപ്പിച്ച ചില ഘട്ടങ്ങളുണ്ട്. ഇതുവഴി കടന്നുപോയ യഹൂദന്മാർ ഒരു ബോർഡ് വായിച്ചു, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. 3 ഭാഷകളിൽ. ഇങ്ങനെ 3 ഭാഷ എന്നറിയണ്ടേ? നമുക്ക് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നാൽ 3 ഭാഷയിലൊരു ബോർഡ് കാണാം. ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. എന്തിനാ 3 ഭാഷ?
അതുവഴി വരുന്ന ബംഗാളി ഉണ്ടല്ലോ, ഭായിക്ക് വഴിതെറ്റല്, ഇതാ തിരുവല്ല. അതുവഴി വരുന്ന മലയാളിക്ക് വഴി തെറ്റരുത്, ഇതാ തിരുവല്ല. അത് പ്രാദേശിക ഭാഷ, മറ്റൊന്ന് ദേശീയ ഭാഷ. സായിപ്പ് ഇത് ഒന്ന് കറങ്ങണ്ട, ഇതാ തിരുവല്ല. അത് ലോകത്തിൻ്റെ ഭാഷ. ലിംഗ്വ ഫ്രാങ്കയാണ് ഇംഗ്ലീഷ്, ലോകം മൊത്തമുള്ള ഭാഷ. അന്നത്തെ ലിംഗ്വ ഫ്രാങ്കയാണ് ഗ്രീക്ക്, ലോകം മൊത്തമുള്ള ഭാഷ. അതിലെഴുതി വെച്ചു, ഇതാ യഹൂദന്മാരുടെ രാജാവ്. അന്നത്തെ ഔദ്യോഗിക ഭാഷയാണ് ലാറ്റിൻ, അതിലെഴുതി വെച്ചു, ഇതാ യഹൂദന്മാരുടെ രാജാവ്. അന്നത്തെ നാടൻ ഭാഷയാണ് ഹീബ്രു, യഹൂദന്മാരുടെ ഭാഷയാണ് ഹീബ്രു. അതിലും എഴുതി വെച്ചു, ഇതാ യഹൂദന്മാരുടെ രാജാവ്. വഴിതെറ്റി പോകാതിരിക്കാനുള്ള ചൂണ്ടുപലക. ഇത് കണ്ടിട്ട് ഇവർക്കൊരു വിഷമം. മുഴു ലോകമേ മനസ്സിലാക്കിക്കൊള്ളണം, ഇതാ രാജാവ്, മാറ്റമൊന്നുമില്ല, ഇവനൊരു മാറ്റവുമില്ല. ഇത് കണ്ടിട്ടേ യഹൂദന്മാർക്കൊരു നാണക്കേട്. ശരി, ഞങ്ങളുടെ രാജാവ് ഇതാണെന്ന് നാളെയുടെ ചരിത്രം പറയില്ല, അതൊരു നാണക്കേടാ. ഇതൊന്ന് മാറ്റണം, എന്തൊരു മോശം. ശരി, ഒന്ന് മാറ്റി കിട്ടണം. ഇവർ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്നു. അയാൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒന്നുകൂടെ പോയി വീശിയിട്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ബോധമില്ല. അന്നേരം പറഞ്ഞു, ആരാണ്ട് കാണാൻ വന്നിരിക്കുന്നു. ആ, വരാൻ പറയൂ. വന്നു. എന്ത് വേണം? ഞങ്ങൾ യഹൂദാരുടെ അഭിമാരാ. ഓ, വന്നണം, പറഞ്ഞാട്ടെ. സാറേ, ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ? നമുക്ക് ആ ബോർഡൊന്ന് തിരുത്തണം, ചെറിയൊരു തിരുത്ത്, താഴേക്ക് ഇത്ര എഴുതിയാൽ മതി എന്നിവൻ പറഞ്ഞു. ചെറിയൊരു തിരുത്ത്, ഞങ്ങൾ തന്നെ തിരുത്തിക്കോളാം, എക്സ്പെൻസ് എല്ലാം വഹിച്ചോളാം, അതൊന്നും അറിയണ്ട, താഴെ ഒരു ചെറിയ തിരുത്ത്. പീലാത്തോസന്മാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, പീലാത്തോസിനോടും ബഹുമാനം തോന്നുന്നൊരു വാക്ക്. എന്താ പറഞ്ഞേ? അയാളുടെ ഭാഷയും ഞാൻ പറയാം. ഹോ ഗിഗരാഭോ ഗിഗരാഭൈ ഐ ഹാവ് റിട്ടൺ വാട്ട് ഐ ഹാവ് റിട്ടൺ. ഞാൻ എഴുതിയതെന്തോ അതെഴുതി. എടി കോട്ടോടറാ ഇത്, നീ തോന്നുമ്പോൾ തിരുത്താനൊന്നും പറ്റില്ല. ഹോ ഗിഗരാ ഹോ ഗിഗരാ ഹൈ, ഞാൻ എഴുതിയതെന്തോ എഴുതി മാറ്റില്ല. ശരി, കഷ്ടം. തിരിച്ചിവർ മനസ്സുകൊണ്ട് ശവിച്ചും പുലഭ്യം പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ട് രണ്ടുപേരെ വീണ്ടും വരുന്നു. അപേക്ഷയും കൊണ്ട് വരിക. ഇവരങ്ങോട്ട് പോകുന്നിട്ട് പറഞ്ഞിട്ട് പോവുക, അയാൾ വെള്ളം ഒരപേക്ഷ എടുക്കുകയില്ല. ഇനിയിപ്പോൾ നമ്മൾ സഹിക്കുകയല്ല, രക്ഷയൊന്നുമില്ല. പരമാവധി ആളുകൾ അങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കാം, ആ ബോർഡ് വായിക്കാതിരിക്കുക, അത് മാത്രമേ നമ്മുടെ മുമ്പുള്ള വഴിയുള്ളൂ. കളിയാക്കി നമ്മളെ അപമാനിച്ചു. രണ്ടുപേർ ഇതിലും കട്ടി അപേക്ഷയും കൊണ്ടാണ് ചെല്ലുന്നത്. അത് അരിമത്തിയിലെ യോസേഫും നിക്കോദിമോസുമാണ്. ഒരു ബോർഡ് തിരുത്താൻ കഴിയാത്ത മനുഷ്യൻ്റെ അരികിലേക്ക് എന്നിട്ട് പറയുക, സാർ ഒരപേക്ഷ. ആ, എന്തു വേണം? ആ ശരീരം ക്രൂശിൽ നിന്നിറക്കാൻ ഞങ്ങൾക്ക് അനുമതി തരണം. പ്രയർ സാങ്ഷൻഡ്. ഈ പ്രയർ തള്ളിക്കളയേണ്ടതാ. കാരണം മതവികാരം വ്രണപ്പെട്ട് റോമ മുഴുവൻ കത്താൻ ഇത് കാരണമാകും. പീലാത്തോസിന്റെ കസേര തെറിക്കുന്ന ഉത്തരവാ. കാരണം നിലത്തിറക്കി കിടത്തരുത് ഈ ഹതഭാഗ്യനെ, ഈ ക്രൂരരെ, ഇങ്ങനെയുള്ള ആളുകളെ, ക്രൂശുമരണം സംഭവിച്ചവനെ നിലത്തിറക്കി കിടത്തരുതെന്നാ. അതിനെ ലംഘിച്ചുകൊണ്ട് പീലാത്തോസ് പറയുക, പ്രയർ സസ്റ്റൈൻഡ്, പ്രയർ സാങ്ഷൻഡ്. അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ. അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ, പ്രവചനങ്ങളെ നിവർത്തീകരിക്കുന്നവൻ, വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്നവൻ, എത്ര പഴകിയ വാഗ്ദത്തവും നമുക്ക് വേണ്ടി തരാൻ കഴിയുന്ന ഒരുവന്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒടുക്കം ആ ക്രൂശിൽ നിന്ന് ഈ ശരീരം ഇറക്കാൻ അനുമതി കിട്ടി എന്ന് കേൾക്കുക മറ്റവന്മാർ ഓടി വന്നോട് പറയാം, സാർ ഇത്രയും സാറ് സമ്മതിച്ചല്ലേ ഒരു കാര്യം. അവരുടെ വാക്കിൽ ഞാൻ പറയുന്നേ, ആ പഹയൻ ജീവിച്ചിരിക്കെ മരിച്ചുയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാരെങ്കിലും വന്ന് അടിച്ചു മാറ്റിയിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. ഒടുവിലത്തെ ചതി ആദ്യത്തെ ചതിയിലും അധികമാവും. ഇവന്മാരിങ്ങനെ പറഞ്ഞതുപോലും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അല്ല, ആരും കാണാതെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയേണ്ട ഗതികേട് നമുക്ക് വന്നില്ലല്ലോ. പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇത് ബന്ധനസ്ഥനാക്കുമെന്നല്ല, കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാലാവും ഇത് ഉറപ്പാക്കണം. മനസ്സിലായോ? പോലീസിനെല്ലാം അങ്ങോട്ട് തരാം, നിങ്ങൾ കൊണ്ട് ഉറപ്പാക്കിക്കോ, നാളെ എന്നെ കുറ്റം പറയണ്ട. ഇങ്ങനെ നമ്മളെ ക്രൂശിച്ച് ഇങ്ങനെ അടക്കിയിട്ട് ഉയർക്കുമ്പോഴാണ് ഒരു ത്രില്ലുള്ള, അതാ കാര്യം. അതാ ക്രൂശീകരണത്തിൻ്റെ ശക്തി. നമ്മൾ പാടൂലേ, ഉയർപ്പിൻ ജീവനാ, നിത്യാജീവൻ നൽകും കർത്താവിനോട് കൂടെ. റോമൻ ഇമ്പീരിയൽ മുദ്രകളെ തകർത്ത്
കല്ലറയിൽ അടച്ചു വച്ചിരുന്ന മഹാശിലകളെ നിഷ്പ്രഭമാക്കി ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ചുള്ള അഭിമാനപൂരിതമായ സംഗീതമാ നമ്മൾ പാടിവിടുന്നത്. പ്രഭാതത്തിൽ നമ്മുടെ പൂർവികരൊക്കെ പാടിക്കെട്ട ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ആ മഹത്തര വചനം എന്താ? ഇവനൊക്കെ അടച്ച് പൂട്ടിക്കെട്ടിയ റോമൻ ഇമ്പീരിയൽ മുദ്ര പതിച്ച ആ എല്ലാത്തരം ബന്ധനങ്ങളെയും തകർത്ത് ഉയർത്തവനെ കുറിച്ചുള്ള ആ വചനമാ നമ്മൾ പാടുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, സമയത്തും. പ്രിയരേ, എൻ്റെ സന്തോഷം ഈ ഉയർത്തെഴുന്നേറ്റവനെ ചിലർക്ക് പിടികിട്ടത്തില്ല. ഈ ക്രൂശ് മരണമൊക്കെ പറയുമ്പോൾ നമ്മളീ പലരും കരയും. ഞാനും പണ്ട് ഈ ക്രൂശ് മരണമെന്ന് കേൾക്കുമ്പോൾ കരയുമായിരുന്നു. എനിക്കിപ്പോൾ ആ കരച്ചിലങ്ങ് മാറി. കാരണം ഞാൻ ഈ ക്രൂശ് മരണമെന്ന് പറയുമ്പോൾ കരയാൻ കാരണം പാസുമാർ പലരും ഈ ക്രൂശ് മരണം പറയുമ്പോൾ കരഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർത്തു അവിടെ വരുമ്പോൾ കരയുന്ന പോലെ ഒന്ന് കാണിക്കണം. പിന്നെ മനസ്സിലായത് ഇവരാരും കരയുകയല്ല, ഒരു ടോണ് കൊണ്ട് കരയുന്നല്ലോ വെക്കുക. നമ്മുടെ കർത്താവിനെ അടിച്ചു. അവിടെ ഒരു ടോണിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പാട്ടുകാർക്കറിയാമല്ലോ, ഈ ടോണിലാണല്ലോ കാര്യം. പങ്കപ്പാടുകൾ അങ്ങനെ ടോണിട്ടാണ് ഈ പിടിച്ചു നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പങ്കപ്പാടും ത്യാഗവും ഒക്കെ കാണുമ്പോൾ നമ്മൾ കരയാൻ വരട്ടെ. ക്രൂശിനെ ശരിക്കും മനസ്സിലാക്കിയാൽ കരയുകയല്ല, ആവേശം കൊണ്ട് നമ്മൾ ക്രൂശിൻ്റെ മുമ്പിൽ കിടന്ന് ചാടും. അത് മനസ്സിലാക്കി ഒരുവനിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. ക്രൂശിൻ്റെ വെളിപ്പാട് ശരിക്ക് കിട്ടിയ ഒരാളുണ്ട്, അയാളിത് മനസ്സിലാക്കിയതാ. അത് തൊട്ട് താഴെയൊന്നും അറിയില്ല, അരികിൽ നിന്ന യോഹന്നാനല്ല, അതിലേ പോയ കാണികൾ പലരും നിന്നിട്ട് ദുഷിച്ചു പറഞ്ഞ ആൾക്കാരൊന്നുമല്ല. ക്രൂശിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞത് ധന്യനായ പൗലോസാ. പൗലോസ് ആത്മാവിൽ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരിക്കൽ വന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടൈം സ്ലിപ്പ് ഉണ്ടായതാണോ വെളിപ്പാട് കണ്ടതാണോ, ഏതായാലും അദ്ദേഹം ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നിട്ട് വിളിച്ചു പറയാ, സഹചര്യ കരയേണ്ട കാര്യമില്ല. കാരണം എന്താ ക്രൂശിൽ നടന്നെന്നറിയണ്ടേ? അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കുകയാണ് ക്രൂശിൽ. ശത്രു സൈന്യത്തെ മുഴുവൻ പരസ്യമായ കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടുന്നെങ്കിൽ നാം കരയുകയല്ല, ആവേശഭരിതരാകണം. ഇരുട്ടിന്റെ ശക്തികൾ മുഴുവൻ കീഴടങ്ങിയ ഉജ്ജ്വല ആയുധത്തിന്റെ പേരാ ക്രൂശെങ്കിൽ ഒരുമിച്ച് ക്രൂശിനെ നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ഇതിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ശക്തികളില്ല. ഇരുട്ടിന്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴുന്ന ഉജ്ജ്വലമായ ആയുധത്തിന്റെ പേരാ ക്രൂശ്. അതുകൊണ്ട് ക്രൂശിനെ തിരിച്ചറിഞ്ഞ, അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ നമുക്ക് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഇവിടെയാണ് ക്രൂശ് മഹത്വവൽക്കരിക്കപ്പെട്ടത്. ഇവിടെയാണ് ക്രൂശ് ശക്തിയുടെ ഉപകരണമായി തീരുന്നത്. ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ കരഞ്ഞും കണ്ണീരൊഴുക്കിയും ചില നിൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. യേശു പണ്ട് ഓടിച്ചു വിട്ട ആളാ നിക്കോദിമോസ്. യേശു വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ വഴക്ക് പറഞ്ഞ യേശു ആണെങ്കിൽ അതിനകത്ത് കൊണ്ടൊരു സന്തോഷമല്ലേ? ഇവിടെ പ്രായമുള്ള അപ്പച്ചന്മാരും പാസ്റ്റർമാരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടേ. പെൺപിള്ളേരുള്ള അപ്പന്മാരൊരു കാര്യം പറയാമല്ലോ. ഈ പെൺപിള്ളേരൊരു കാര്യം പറയും, പപ്പ അങ്ങനെ പറഞ്ഞതാ എനിക്ക് സങ്കടം, വേറൊന്നും അവർക്ക് വിഷയമല്ല. അമ്മ പറയുന്നതൊന്നും അവർക്ക് വിഷയമല്ല, പപ്പ പറഞ്ഞ സങ്കടം. അതിൻ്റെ കാരണം എന്താ? പപ്പയോടുള്ള സ്നേഹം മോൾക്ക്. അപ്പോൾ പപ്പ എന്ത് പറയും? കുഞ്ഞെ വഴക്ക് പറഞ്ഞത് പപ്പയാണെങ്കിൽ ആ വഴക്കിൽ കൊണ്ടൊരു വാത്സല്യം. യേശു ആ നിക്കോദിമോസിനോട് പറഞ്ഞു, പോയിട്ട് വീണ്ടും ജനിച്ചിട്ട് വരാൻ. വലിയൊരു ഒറ്റ ഓട്ടമായിരുന്നു, പോയ വഴിക്കേ വീണ്ടും ജനിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് മുതൽ രഹസ്യ ശിഷ്യനായി. രഹസ്യ ശിഷ്യനാ, പാത്തും പതുങ്ങിയൊക്കെ നടന്നവനാ. കൂടെ അരിമത്തയിലെ യോസേഫുണ്ട്. രണ്ടാളും ചെന്നിട്ടിത് പറയുമ്പോൾ, യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമ്പോൾ ഇവരപ്പം തിന്നില്ല, കടൽ മീതെ നടക്കുമ്പോൾ ആർത്തു വിളിച്ചില്ല, മാർക്കോസിൻ്റെ വീട്ടിലെ വിരുന്നിന് പോയില്ല, മറ്റൊരിടത്തും പോകാത്ത രണ്ടുപേര് ക്രൂശിക്കപ്പെട്ടവനെ കൈക്കൊള്ളാൻ ചെന്നു. നമുക്കും ഇന്ന് രാത്രി അപ്പം തിന്നാനല്ല, ഭൗതിക സുഖമല്ല, നമുക്കും പറയണം, ക്രൂശിക്കപ്പെട്ടവനെ അവസാന ശ്വാസത്തിലും എനിക്ക് അങ്ങയെക്കുറിച്ച് പറയണം. ഇങ്ങനെ പറഞ്ഞ് അന്ത്യശ്വാസം വലിക്കാൻ ഒരു ഭാഗ്യം കിട്ടുമെങ്കിൽ അതാണ് സന്തോഷം. മക്കളെ ചൊല്ലിയുള്ള വ്യതയല്ല, വീതം വെച്ചതിലെ കുറവല്ല,
ബാങ്ക് ബാലൻസിന്റെ അതേക്കുറിച്ചുള്ള ആശങ്കയല്ല, മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം ചോദിച്ചല്ല, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട്, യേശുവിനെ വിശ്വസിച്ചിട്ട്, യേശുവിനെ വിളിച്ചിട്ട് മരിക്കണം. അവർ രണ്ടാളും കരം നീട്ടി ഈ ശവശരീരം കയ്യിലെടുത്ത് മൂറുമകിലും കൊണ്ടുള്ള കൂട്ടുകുട്ടി പൂശുമ്പോൾ മറ്റൊരു പ്രവചനം നിവൃത്തിയായി. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആ മഹത്തരമായ പ്രവചനം നിറവേറാൻ യേശു കണ്ടെത്തിയ രണ്ട് ശ്രേഷ്ഠകരങ്ങളായ കഥാപാത്രങ്ങൾ അവരാണെങ്കിൽ, ഈ ബലത്തോടെ, ഈ ശക്തിയോടെ നമുക്കും യേശുവിനെ ഏറ്റെടുക്കാം. ഇരട്ടിക്കരുത്തരായി, ഇരട്ടി ബലത്തോടെ നമുക്ക് യേശുവിനെ പ്രസംഗിക്കാം. ഇന്ന് രാത്രി വചനം കേട്ടവർക്കിടയിൽ യേശുവിനെ വിശ്വസിക്കുന്നവർ മാത്രമല്ല, യേശുവിനെ പ്രസംഗിക്കുന്ന ചില കൂടി ഉടലെടുക്കട്ടെ. എൻ്റെ മുമ്പിൽ ധാരാളം കുഞ്ഞുങ്ങളെ കാണുന്നു. കുഞ്ഞെ, നീ എഞ്ചിനീയറോ ഡോക്ടറോ ബാങ്ക് മാനേജറോ IAS ആരുമാകട്ടെ, ഒരു കാര്യം കൂടെ, ആ കൂടെ യേശുവിനെ കൂടെ പ്രസംഗിക്കണം, യേശുവിൻ്റെ പൈതലാകണം. അങ്ങനെ ആഗ്രഹമുള്ള മാതാപിതാക്കൾ എത്ര പേരുണ്ട്? മക്കളുടെ ഭാവി കേവലം ഭൗതികമായ സമ്പത്തിൽ മാത്രമല്ല, എൻ്റെ മകൻ എന്തുമായിക്കൊള്ളട്ടെ, അവൻ യേശുവിനെ പ്രസംഗിക്കണം, യേശുവുള്ളവനാകണം. ഇതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. കുഞ്ഞെ, യേശുവുള്ളവനാകണം, യേശുവുള്ളവളാകണം. ഈ ബലത്തോടെ യേശുവാടൻ്റെ സമ്പത്ത്, യേശുവാടൻ്റെ സകലതും ഈ ബോധത്തോടെ മുമ്പോട്ട് പോകാൻ തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.